അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് ചാക്കോ അവർ വയനാട്ടിൽ നിന്നും തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 5 പോസ്കോ കേസുകളിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ദൈവദാസന്റെ ജീവിതാനുഭവമാണ് ഈ സാക്ഷ്യത്തിലുടനീളം നമ്മൾ കേൾക്കുന്നത്. താൻ ചെയ്യാത്തതായ കാര്യം തൻ്റെ മേല് ആരോപിച്ച് തന്നെ കുറ്റവാളിയാക്കി വളരെയേറെ ക്രൂരതകൾക്ക് വിധേയപ്പെട്ട് കഷ്ടമനുഭവിച്ച ദൈവദാസൻ താൻ കടന്നുപോയതായ ആ നാളുകളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതല്ല കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ മനോജ്. എൻ്റെ സ്വദേശം വയനാട്. ഇന്ന് പ്രഭാതത്തിൽ അരോമ ചാനലിലൂടെ എൻ്റെ സാക്ഷ്യം അല്പസമയം ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവ് എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ അരോമ ചാനൽ ശ്രമിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും ക്രിസ്തുയേശുവിൻ്റെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന്റെ ഹിതമാണ് ഇങ്ങനെ സാക്ഷ്യവും ദൈവവചനവും ഒക്കെ സംസാരിക്കുക എന്നുള്ളത്. ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കാനായിട്ട് ക്ഷണിച്ച അരോമ ടിവി ചാനലിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാട് ഭരണത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പ്രാരംഭത്തിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് മനോജ് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ സ്വദേശം വയനാടാണ്. പ്രോപ്പർ സ്ഥലം ഞാൻ താമസിക്കുന്നത് വയനാട് കൽപ്പറ്റ, പടിഞ്ഞാത്ര എന്നീ 2 സ്ഥലങ്ങളുടെ മധ്യത്തിലുള്ള ഒരു സ്ഥലമാണ് മഞ്ഞൂറ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും ഒക്കെ ഇവിടെയാണ്, വയനാട്ടിലാണ്. ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളേറിയ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തുടർന്നുള്ള സമയങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സമയപരിമിതിക്കുള്ളിൽ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതൊക്കെ റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ പള്ളി ഭക്തരായിരുന്ന എൻ്റെ മാതാപിതാക്കളല്ല. റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന സമയത്തൊക്കെ വളരെ തീഷ്ണതയോടെ പള്ളി കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യതയോടെ ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ സാഹചര്യങ്ങൾ മാറി പറഞ്ഞപ്പോൾ ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ തൻ്റെ ജീവിതത്തെ തേടിയെത്തി എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എൻ്റെ പൂർവ്വകാലത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ചത്, സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ് ജനിക്കുന്നത്. എന്നാൽ ഞാൻ ജനിച്ചത്
എൻ്റെ ഭവനത്തിൽ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്ക് എൻ്റെ അമ്മ ജന്മം തന്നത് എൻ്റെ ഭവനത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചതൊക്കെ. അങ്ങനെ ഞാൻ ഈ ഭവനത്തിൽ തന്നെ ജനിച്ചതുകൊണ്ട് ഒത്തിരി ശാരീരിക പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എനിക്ക് ഞാൻ നേരിട്ടു എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പിന്നീട് എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ശാരീരികമായിട്ടുള്ള ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ മാതാവിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുകയില്ല എന്ന് പോലും അവർ കരുതിയ സാഹചര്യങ്ങളിലായിരുന്നു എൻ്റെ ജനനം. ആ സമയത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല. എൻ്റെ മാതാപിതാക്കളും വളരെ കൂലിവേല ചെയ്ത് ജീവിച്ച മാതാപിതാക്കളായിരുന്നു. കഷ്ടതയിലായിരുന്നു അവരും ആയിരുന്നത്. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം അവർക്കില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഭവനത്തിൽ ജന്മം നൽകുവാനായിട്ട് ഇടയായത്. എന്നാൽ ഞാൻ ജനിച്ചപ്പോൾ ഞാൻ മരണപ്പെട്ടു പോകുമെന്നൊക്കെ മാതാപിതാക്കൾക്ക് ഹൃദയത്തിൽ അവർക്ക് തോന്നി. എന്നാൽ ആ കാലഘട്ടങ്ങളിലെ രീതി അനുസരിച്ച് മാമോദീസ കൊടുക്കുന്ന ഒരു പതിവുണ്ട് ആർ.സി. ബാക്ക്ഗ്രൗണ്ടിൽ. അത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിനെ മാമോദീസയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീട്ടു മാമോദീസ തന്നു എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. എനിക്ക് വീട്ടു മാമോദീസ തന്നത് പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നിട്ടല്ല. ഞങ്ങൾ ഏറ്റവും അടുത്ത എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഞങ്ങളുടെ അയൽവാസിയായ ഒരു മാതാവാണ്, ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു മാതാവാണ് എനിക്ക് വീട്ടുമാമോദീസ തന്നതെന്നാണ് അവരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ അവരുടെ വിശ്വാസം അന്നങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വീട്ടുമാമോദീസയൊക്കെ എനിക്ക് തന്ന് അവരുടെ പ്രാർത്ഥന മുഖാന്തരമായിട്ട് എനിക്ക് പുനർജീവൻ തന്നു എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഞാൻ വളർന്ന സാഹചര്യങ്ങളൊക്കെ വളരെ മോശകരമായ സാഹചര്യമായിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ പട്ടിണിയും പൈതാവുമുള്ള ഏറിയ കാലഘട്ടങ്ങളായിരുന്നു എന്ന് എൻ്റെ വളർച്ചയിൽ ഞാൻ വളർന്ന് പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങളും ഒക്കെ കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. വളരെ കഷ്ടതയിലാണ് ഞാൻ എൻ്റെ പഠനമൊക്കെ പൂർത്തീകരിച്ചത്. എന്നാൽ കിട്ടിയ സമയം നന്നായി വിനിയോഗിച്ച് പഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ ആ കാലഘട്ടങ്ങൾ എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്കത് ഇപ്പോൾ പറയാനായിട്ട് കഴിയുന്നത്. ഒത്തിരി സാഹചര്യങ്ങളൊന്നും ആ കാലഘട്ടങ്ങളിൽ ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ വളർന്നൊരു അറിവായ സമയത്തൊക്കെ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്നെ അധികമായിട്ട് വീട്ടിൽ നിന്ന് പ്രചോദനം നൽകി വരുമായിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രചോദനം തന്ന ഒരു അച്ഛനായിരുന്നു. ആ അച്ഛനെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. പോൾ കൊരണ്ടിയാർ കുന്നെന്ന് പറയുന്നൊരു അച്ഛനാണ് എന്നെ ഈ ഫസ്റ്റ് ആത്മീയ മേഖലയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് നന്നായി പാട്ട് പാടാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ടുകാരൻ എന്ന നിലയിലാണ് എന്നെ അദ്ദേഹം ആ സമയത്തൊക്കെ ഞാനും പഠനം ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കൂലിവേല മറ്റു കാര്യങ്ങളിലൊക്കെ ഞാനും ഏർപ്പെട്ടിരുന്നു. കാരണം കുടുംബത്തിന്റെ പശ്ചാത്തലം അത്ര മോശമായിരുന്നു. അങ്ങനെ ഞാനും 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷമായിട്ട് പിന്നെ കൂലിവേലകൾക്കൊക്കെ ആയിട്ട് കടന്നുപോയായിരുന്നു. അങ്ങനെ പോയതിനു ശേഷം ആ സമയത്തൊക്കെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തേക്ക് ഈ ഫാദർ എന്നെ തിരഞ്ഞു വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് തന്നെ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒത്തിരി കഷ്ടം അനുഭവിച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആത്മീയ കാര്യത്തിലൊക്കെ അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നെ അദ്ദേഹം വളരെ ബലത്തോടെ പിടിച്ചാണ് അവിടെ കൊണ്ടുവന്നതും പിന്നെ ഒരു അച്ഛനല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ബഹുമാനവും ചാരിതാർത്ഥ്യവും എല്ലാം കൊണ്ട് അച്ഛനെ ബഹുമാനിച്ച് ഞാൻ വരാനായിട്ടിടയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഞാനുമായി സംസാരിച്ചു. അതിനുശേഷമായിട്ട് എന്നെ ചർച്ചിലേക്ക് ക്ഷണിച്ചു. അവിടെ നിന്ന് കുറച്ച് പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ കുർബാനയ്ക്ക് പാട്ട് പാടാനായിട്ട് എന്നെ അവിടെ നിയമിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷവാനായി തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ഞാൻ
ആലയത്തിൽ പോവുകയും പാട്ട് പാടുകയും അച്ഛന്മാരോടും കന്യാസ്ത്രീമാരോടും ഒക്കെ ഏറ്റവും അടുത്തിടപഴകിയുള്ള ഒരു വലിയ ഒരു സന്തോഷം എനിക്കുണ്ടായി ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ നല്ല ഒരു സമൃദ്ധനായി. എൻ്റെ കുർബാന സ്വീകരണത്തിന് എൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കുർബാന സ്വീകരണത്തിനൊക്കെ പാട്ട് പാടാനായിട്ട് ഞാൻ വളരെ പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല പാട്ടുകൾ പഠിച്ച് പാടാറുണ്ടായിരുന്നു. അതൊക്കെ ആ ഇടവകയ്ക്കും ഒക്കെ നല്ല അനുഗ്രഹമായിരുന്നു. എന്നാൽ തുടർന്നാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചില സംഭവങ്ങൾ കടന്നു വരുവാനായിട്ടുണ്ടായത് ഇടയായിരുന്നു. ഞാനെല്ലാം വളരെ ഷോർട്ടായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാം ഒന്നും നമുക്ക് സംസാരിക്കാനും എല്ലാം ഒന്നും കേട്ടിരിക്കാനും കഴിയത്തില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ദൈവം തരുന്ന ചിന്തകൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് ഞാൻ ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ആലയത്തിൽ പോവുകയും എൻ്റെ ജീവിതം എല്ലാം മുമ്പോട്ട് പോവുകയും അതിനിടയിൽ ഞാൻ കൂലിവേലകൾക്കും മറ്റു പണികൾക്കെല്ലാം കടന്നു പോകുമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയ സാഹചര്യത്തിലാണ് എനിക്കൊരു വിവാഹം ഇങ്ങനെ വരുവാനായിട്ടിടയായി തീർന്നത്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വളരെ നിർധനമായ ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു. അവർ 2 പെൺകുഞ്ഞുങ്ങളും 2 ആൺകുഞ്ഞുങ്ങളുമായിരുന്നു എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ആ അമ്മയും ഒത്തിരി കഷ്ടങ്ങളിൽ കൂടിയെല്ലാം കടന്നുപോയി. അവര് തൃശ്ശൂർ സ്വദേശികളായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വയനാട്ടിലേക്ക് അവര് കുടിയേറി പാർക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ഇവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചതും അമ്മയ്ക്ക് ഈ 2 പെൺകുഞ്ഞുങ്ങളും 2 ആൺകുഞ്ഞുങ്ങളും ദൈവം കൊടുത്തു. എന്നാൽ അതിൽ മൂത്തയാളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവര് വളരെ ചെറുപ്പത്തിൽ 7 വയസ്സിൽ തന്നെ മഠത്തിൽ അമ്മയ്ക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെ മഠത്തിൽ 2 കുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ചെറുപ്പത്തിൽ തന്നെ ഒരു മഠത്തിലായിരുന്നു അവരുടെ പഠനവും വളർച്ചയും ഒക്കെ അവിടെ തന്നെയായിരുന്നു. എന്നാൽ ദൈവഹിതമായിരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടുവാനും തമ്മിൽ ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാം നിൽക്കുന്ന സമയത്ത് ഒത്തിരി എതിർപ്പുകളൊക്കെ കടന്നു വന്നെങ്കിലും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ അച്ഛൻ, അദ്ദേഹം നല്ലൊരു സമർത്ഥനായ എന്നെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിരുന്നു. എന്നാൽ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ മോനെ, നീ വിവാഹം കഴിക്കുന്നെങ്കിൽ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നത് ഏറ്റവും പുണ്യമാണെന്ന് അച്ഛൻ പറയാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ആ അച്ഛൻ തന്നെയാണ് വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചതും അതിന് കാര്യങ്ങളെല്ലാം ചെയ്തതും. അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് സ്ഥലമാറ്റം വന്ന് മാറിപ്പോയതിനു ശേഷം വന്ന ഒരു അച്ഛനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അച്ഛനായിരുന്നു. ജോണി ഇലവെങ്കിൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ. അദ്ദേഹമാണ് എൻ്റെ വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതും ഒക്കെ. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ വിവാഹത്തിന്റെ കോഴ്സ് ഉണ്ട്. ഈ RC ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഈ വിവാഹ കോഴ്സ് എന്ത് ചെയ്യണം, കൂടണം. അപ്പൊ അതിനു മുമ്പേ തന്നെ എൻ്റെ വിവാഹം നിശ്ചയിക്കുകയും അതിന് കാര്യങ്ങളൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഈ വിവാഹ കോഴ്സ് കൂടാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ വരുത്തി നീ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ കോഴ്സ് കൂടിയാൽ മതി, കോഴ്സ് കൂടണം, നീ എന്തായാലും കൂടിയേ പറ്റത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം തന്നെ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നപ്പോൾ അപ്പം അദ്ദേഹം അച്ഛൻ അവരുമായി ഷൗട്ട് ചെയ്ത് അച്ഛൻ അവരോട് പറഞ്ഞു, എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനോജിന്റെ വിവാഹം നടക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ അദ്ദേഹം നിന്നതിനോട് പറഞ്ഞു, മോനെ, ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അരമനയിൽ നിന്ന് ഓർഡർ വാങ്ങിയാലും നിന്റെ വിവാഹം ഞാൻ നടത്തി തരുമെന്നുള്ള നിശ്ചയത്തിലായിരുന്നു അച്ഛൻ. അച്ഛനെ ഞാൻ എപ്പോഴും ഓർക്കുന്നു സ്നേഹത്തോടെ. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഞാനതിന് ശേഷമായിട്ട് ഞാൻ ഇരുന്ന സഭയിൽ ഞാൻ തുടർന്ന് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ പ്രാരംഭത്തിൽ തന്നെ പറയുകയാണ്, ഇപ്പോൾ ഞാനിരിക്കുന്ന സഭയിൽ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇടവക വികാരിയായിട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കാണാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അച്ഛനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ സന്തോഷമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് നയിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. തുടർന്ന് എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. എൻ്റെ മൂത്ത മോന്, അവൻ്റെ പേര് അഖിൽ എന്നാണ്. മൂത്ത മോൻ ജനിച്ചു. വളരെ കഷ്ടതയുള്ള വരുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഇരു മാതാപിതാക്കളും
അങ്ങനെയുള്ള 2 ഭവനത്തിൽ നിന്നൊക്കെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ പരിമിതമായ സാഹചര്യത്തിൽ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ വിവാഹിതരായത് 2 പേരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പരിചരിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി കഷ്ടങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ വീട് കഴിയത്തില്ല. അങ്ങനത്തെ സാഹചര്യമാണ് ഞങ്ങൾക്കുണ്ടായത്. എന്നാൽ മൂത്ത മോനെ വളർത്തി വലുതാക്കിയതിന് ശേഷം ഒരു രണ്ടാമത്തെ വർഷം, 3ാമത്തെ വർഷമായപ്പോഴത്തേക്ക് 2ാമത്തെ കുഞ്ഞ് ജനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 2ാമത്തെ കുഞ്ഞിന്റെ പേര് നിഖിൽ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ആലയത്തിൽ ചർച്ചിൽ പോവുകയും അവിടെ ഞാൻ ശക്തമായിട്ട് നിൽക്കുകയും എല്ലാ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്ക് ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷമായിട്ട് 3ാമതൊരു മോനെ കൂടെ ഒരു 7 വർഷത്തിന് ശേഷം വീണ്ടും 3ാമത് ഒരു കുഞ്ഞിനും കൂടെ ജന്മം നൽകുവാനായിട്ട് ദൈവം സഹായിച്ചു, ഭാര്യയെ സഹായിച്ചു. അങ്ങനെ 3 ആൺകുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. വളരെ കഷ്ടതയിൽ കൂടിയൊക്കെ കടന്നാണ് കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ 2 കുഞ്ഞുങ്ങളുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടങ്ങളായിരുന്നു. ഇതുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും പഠിപ്പിക്കാനൊക്കെ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായി. എനിക്കാണെങ്കിലും ഒത്തിരി പഠിക്കാനൊന്നും സാഹചര്യം കിട്ടാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊക്കെ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലുതായി. ഏകദേശം 4ലും 5ലൊക്കെ വേദപാഠത്തിന് ആയ സമയത്താണ് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനൊരു രോഗിയായി മാറാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു രോഗം എന്നെ കടന്നു പിടിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ രോഗം അതിനുവേണ്ടി ഒത്തിരി ഞങ്ങൾ ചികിത്സകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് പെട്ടെന്ന് ഇമോഷണൽ ആവും. ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ വർണ്ണിക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ നിന്ന് എപ്പോഴും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ വല്ലാത്തൊരു പ്രയാസത്തിൽ കൂടി ഞങ്ങളായി. പെട്ടെന്ന് എനിക്ക് രോഗം കടന്നു വന്നപ്പോൾ ഇത് വല്ലാത്ത അസ്വസ്ഥയായി എന്നെ അലട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ രോഗമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് എന്താ പറയുക, ഈ തലയിലും മുഖത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ചില മുഴകൾ പ്രത്യക്ഷമാകുകയും ഇതൊരു വല്ലാത്ത വികൃതമായ രീതിയിലേക്ക് ഇത് കടന്നു വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ചുണ്ടൊക്കെ ഒരുമാതിരി തൂങ്ങി താഴേക്ക് വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 6-7 ദിവസമൊക്കെ ഇതിങ്ങനെ നീണ്ടു നിൽക്കും, മാറത്തില്ല. അപ്പോൾ പെട്ടെന്നൊന്നും ആർക്കും ഞാനത് ചർച്ചയിലൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞാൻ പള്ളിയിൽ പോകാതായി. അങ്ങനെയൊക്കെ ആയ ആളുകളൊക്കെ അറിയുകയും അവരൊക്കെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ വളരെ നിരാശനായി മാറി. അങ്ങനെ വളരെ ഭാരത്തോടെ ഞങ്ങൾ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോയി. ഒത്തിരി ഹോസ്പിറ്റലൊക്കെ, വയനാട്ടിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് കടന്നുപോയി. എന്നാൽ ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും പോകാനായിട്ടില്ല എങ്കിലും എൻ്റെ വൈഫും ഞാനും കൂടെയാണ് അധികം ഇങ്ങനെ, എൻ്റെ വൈഫ് എന്നെ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതെങ്കിലും എനിക്കൊരു സൗഖ്യം ലഭിക്കുന്നില്ല. താൽക്കാലികമായിട്ട് ഇതങ്ങനെ മാറി നിൽക്കും. അപ്പം എങ്ങനെ എന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ, ചേലോടെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ എന്നെ അഡ്മിറ്റ് ചെയ്യും. എന്നാലും അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടുത്തെ ടെസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം നടത്തിയെങ്കിലും അവിടുന്ന് ചില മെഡിസിൻസ് മാത്രമാണ് എനിക്ക് തരാനായിട്ട് ഇടയാക്കുന്നത്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആയി ഇവിടെ വന്നു. പിന്നീട് ഇതിങ്ങനെ അങ്ങ് മാറുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നീടും ഇത് എന്നെ പിന്നീടും ഇതെന്നെ തുടർന്ന് പിടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാനിതെല്ലാം വരുമ്പോൾ വല്ലാതെ ഭയം എന്നെ അലട്ടുവാനായിട്ട് ഇടയായി. ഞാനിപ്പം മരിച്ചു പോകും എന്നുള്ള മരണഭീതി എന്നെ കടന്നു പിടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ അന്ന് ഞാൻ ദൈവം ആരെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ പള്ളിയിൽ ഏറ്റവും ഭക്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. ബൈബിൾ വായിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ടില്ല, വായിച്ചിട്ടില്ല. കാരണം ആ സാഹചര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ബൈബിൾ ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പൊടി തട്ടിയെടുക്കുകയും അത് വായിക്കത്തില്ല, പൊടി തട്ടി എടുത്തങ്ങ് വെക്കലാണ് സാധാരണഗതിയിൽ. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ ഒരു മതത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയും ധിക്കരിക്കാനൊന്നുമല്ല അങ്ങനെ സംസാരിക്കുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില പ്രവർത്തികൾ, അത് ദേശം അറിയണം, ജനം അറിയണം, ദേശം അറിയണം
ദൈവം എന്നിൽ കൂടി ചെയ്തെടുത്ത പ്രവൃത്തികൾ ഈ ദൈവം ആരെന്നറിയണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ വായിക്കത്തില്ല. അപ്പൊ ദൈവം ആരെന്ന് എനിക്ക് അറിയത്തില്ല, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ മുമ്പോട്ട് പോയി ഒത്തിരി ചില വർഷങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. ട്രീറ്റ്മെന്റ് തുടരുന്നു. ഭവനത്തിനകത്ത് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇങ്ങോട്ട് കയറി വരുന്നു. നിരാശയുടെ പടുകുഴിയിലേക്ക് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ ഭാര്യയാണെങ്കിലും എന്നെ ചികിത്സിക്കാൻ എൻ്റെ കൂടെ വന്ന അവള് വല്ലാതെ മടുത്തു. കാരണം മടുത്തു എന്ന് അവള് പറയുന്നില്ലെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പലവട്ടം ഇങ്ങനെ എന്താ പറയാ, ജീവിതത്തെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. മരണം മുമ്പിൽ കണ്ടു. ഞാൻ മരിക്കും അതിനു മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് പിശാച് തോന്നിച്ചിട്ടുണ്ട്. അന്ന് ദൈവത്തെ എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നീട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഈ എന്താ പറയാ ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു. പിന്നെ തുടർന്ന് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് തന്നെ ചികിത്സയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫ് എന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക്, ഒരു സുരേഷ് കുമാർ ഡോക്ടറെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാനന്തവാടി പ്രദേശത്ത് സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ തുടർന്നുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഞങ്ങൾ ആയുർവേദത്തിലാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നത്. അവിടെയും നല്ല സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല സാമ്പത്തികം. ഞങ്ങൾ മാതാപിതാക്കളും സ്വരുക്കുട്ടി ഉണ്ടാക്കി ഞങ്ങളെ എങ്ങനെ പറഞ്ഞു വിടും. അപ്പോഴേക്ക് എൻ്റെ കുടുംബജീവിതമൊക്കെ താളം തെറ്റി. കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയാത്ത ഇതൊക്കെ അല്ലാത്ത പ്രയാസം കൂടി കടന്നുപോയി. എന്നാലും എൻ്റെ പിതാവും മാതാവും കൂലി വേല ചെയ്ത സമയങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയും ഫലവത്തില്ലാതെ വരികയാണ്. ട്രീറ്റ്മെന്റ് ഫലിക്കുന്നില്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെ നോർമലായി നിൽക്കും. അതിനുശേഷം പിന്നെയും ഈ രോഗം മൂർച്ഛിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഒരു ദിവസം ഈ രോഗം വല്ലാതെ മൂർച്ഛിച്ചു. അങ്ങനെ മൂർച്ഛിക്കുമ്പോൾ ഈ ഡോക്ടർ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതിങ്ങനെ അസുഖം കൂടി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. എന്നാൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു സൗഖ്യമാണ്. അദ്ദേഹത്തിന് നല്ല ഇടപെടലും നല്ല സമീപനമാണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ആയുർവേദത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഒത്തിരി രോഗികൾക്ക് അദ്ദേഹത്തിന്റെ ചികിത്സ ആശ്വാസമാണ്. ഈ ആമവാദം പോലുള്ള വലിയ ചികിത്സകളൊക്കെ അദ്ദേഹം ചെയ്യുന്നു. അപ്പൊ എനിക്കതിൽ വിശ്വാസമുണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ എനിക്കിങ്ങനെ ഇത് കൂടുതലായി വരുമ്പോൾ ഞാൻ ഡോക്ടറെ വിളിക്കാനായിട്ട് ഇടയായിത്തീരും. അദ്ദേഹം യാത്രയിലാണെങ്കിലും ഫോൺ എടുക്കും. അങ്ങനെ എനിക്ക് ചില മെഡിസിൻസ് ഒക്കെ പറഞ്ഞു തരും. അതെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ ചില അല്പസമയം ഒരു ആശ്വാസം ഉണ്ടാകും. പിന്നീട് ഞാൻ ഇങ്ങനെ കിടക്കും. ഇത് വന്നു കഴിഞ്ഞാൽ 7 ദിവസമൊക്കെ ഇത് നീണ്ടു നിൽക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇരുട്ടാണ്. എനിക്ക് വെളിച്ചം കാണാൻ പറ്റത്തില്ല. ഇരുട്ടാണ് എന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടം. അപ്പോൾ ഒന്നും ഇരുട്ടിനെ കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇരുട്ടും വെളിച്ചവും ഒക്കെ വേർതിരിച്ചറിയുവാൻ. ഞാനത് കുറച്ച് കഴിയുമ്പോൾ ഞാനത് വചനമായിട്ട് തന്നെ പറയും. അപ്പോൾ ഈ ഇരുട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ആ സമയത്തൊക്കെ വിളക്കാണ്, മണ്ണെണ്ണ വിളക്കാണ്, കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഈ വെട്ടം കാണാൻ പറ്റത്തേയില്ല. അപ്പൊ എനിക്ക് ഇരുട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടും. എന്നെ ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ പോലും എന്നെ വന്ന് വിളിക്കുന്നതോ എന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഇരുട്ടിനകത്ത് അങ്ങനെ കഴിയുന്നതായിരുന്നു താല്പര്യം. അങ്ങനെ 6-7 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ റൂമിൽ കഴിഞ്ഞുകൂടിയ ദിനങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീടും ഈ രോഗം ഇങ്ങനെ മൂർച്ഛിച്ച് വരാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചു. പിന്നെ ഈ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ തന്നെ സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടാവും. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ട് അദ്ദേഹം മടുത്തിട്ടുണ്ടാവും. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ പെങ്കൊച്ചിനെ നീ ശല്യപ്പെടുത്തരുത്. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി തൂങ്ങി മരിക്കാൻ പൈസ ഇല്ലെങ്കിൽ കയറ് മേടിക്കാൻ പൈസ ഞാൻ തരാമെന്ന് അദ്ദേഹം പറയാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ അദ്ദേഹം ഒരു തമാശയായിട്ട് പറഞ്ഞെങ്കിലും എനിക്കത് വല്ലാതൊരു ഫീൽ ചെയ്യാനായിട്ടിടയായി. പക്ഷെ ഒരു ഡോക്ടർ ഒരിക്കലും ഒരു രോഗിയോട് തൂങ്ങി മരിക്കാനായിട്ട് പറയത്തില്ല. പക്ഷെ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ഇന്നും ഈ ചാനൽ വഴി സാക്ഷിമ ഡോക്ടർ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. അദ്ദേഹത്തെ ഞാനിപ്പോഴും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന്റെ നല്ല ട്രീറ്റ്മെന്റിന് ഞാനിപ്പോഴും സ്മരിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിനകത്തൊരു വല്ലാത്ത ചിന്ത കടന്നു വന്നു. എന്നാൽ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. എന്നെ സേവിക്കുന്ന എല്ലാവരോടും ശ്രോതാക്കളോടും ഞാനൊരു കാര്യം പറയട്ടെ. അതുവരെയും ഈ ദൈവം ആരെന്ന് എനിക്കറിയത്തില്ല. ഈ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുടുംബത്തിലും എൻ്റെ പിതാവിന്റെ സഹോദരങ്ങളിൽ പലരും പെന്തക്കോസ് അനുഭവത്തിലുള്ളവരാണ്. എനിക്ക് പെന്തക്കോസ് നന്നായിട്ട് ഞാൻ അറിയാം, ഈ അനുഭവം എനിക്കറിയാം. പക്ഷേ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താ പറയാ മോശമായ ഒരു ജാതി ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
കാരണം ഒരു അസഹ്യമായ സംസാര രീതികളും ഉച്ചത്തിലുള്ള പാട്ടും പ്രാർത്ഥനയും അങ്ങനെ അയൽവാസികൾക്ക് പോലും ശ്രമിക്കാൻ കഴിയാത്ത നിലയിൽ എന്താ പറയുക, സഹിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ഈ പെന്തക്കോസ്തുകാരുടെ അനുഭവങ്ങൾ എന്നൊക്കെ ഞാൻ പലപ്പോഴും കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ്. ഉപദേശിവർക്കത്തെ എനിക്ക് എൻ്റെ കണ്ണിന് മുമ്പ് കാണത്തില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു മാതാവ് ഉണ്ടായിരുന്ന മാതാവ് എപ്പോഴും ഞങ്ങളുടെ വഴിയിൽ ഏത് സമയത്ത് തിരക്കുള്ള സമയത്ത് പോലും പിടിച്ചു വെക്കും, സുവിശേഷം പറയും. എൻ്റെ വൈഫ് അതേ ആ മാതാവിനെ കാണുമ്പോൾ പാലക്കത്തടം അമ്മച്ചി എന്നാണ് പറയുന്നത്, പാലക്കത്തടം അമ്മച്ചി. അമ്മച്ചിയെ കാണുമ്പോൾ ഓടി മാറുമായിരുന്നു. കാരണം അമ്മച്ചി പിടിച്ചു നിർത്തും പോണ വഴിക്കൊക്കെ, മോനെ മോളെ അവിടെ നിൽക്കി എന്ന് പറഞ്ഞ് ഞങ്ങളോട് സുവിശേഷം പറയുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അത് ഭയങ്കര തിക്താനുഭവമായിരുന്നു. എന്നാൽ പിന്നീടാണ് അതിന്റെ പ്രാധാന്യത ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടിടയായിത്തീർന്നത്. മാതാവൊക്കെ ഒത്തിരി ഞങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം, എൻ്റെ കുടുംബത്തിൽപ്പെട്ട അനേകര് എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളെല്ലാം പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവരായിരുന്നു. എന്നാൽ അവർ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. അവരുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ താഴെയാണ് താമസിക്കുന്നത്. അവർ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലാണ്, ഞങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗത്താണ്. അപ്പോൾ നല്ല സൗണ്ടായി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ അവിടെ വരുന്ന ഉപദേശിമാരെയൊക്കെ പലപ്പോഴും കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. കാരണം ഈ സൗണ്ടും ഒക്കെ വല്ലാത്ത അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നത്. കാരണം ഞാൻ പാട്ടൊക്കെ പാടുന്ന ആളായതുകൊണ്ടും പലപ്പോഴും ചില എന്താ പറയുക, റെക്കോർഡിങ്ങിനോടുള്ള പ്രാക്ടീസിനൊക്കെ തടസ്സമായി ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അന്ന് ആ ഡോക്ടറെ കണ്ട് ഞങ്ങൾ മടങ്ങി വരുന്ന സമയത്ത്, അതൊരു ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരൻ, എൻ്റെ പിതാവിൻ്റെ പെങ്ങളുടെ മോൻ, അദ്ദേഹം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ എ വി സന്തോഷ് എന്നാണ്. ഇപ്പോൾ തമിഴ്നാടിന്റെ പ്രദേശത്ത് വർഷങ്ങളായി, അദ്ദേഹത്തിന് നല്ല പ്രായത്തിൽ അദ്ദേഹം തമിഴ്നാട് പ്രദേശത്ത് അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആലങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി കുടുംബങ്ങൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷയിലെ കർത്താവിന്റെ ദാസനായിരിക്കുന്നു. അപ്പോൾ അന്ന് പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാണ്, എങ്കിലും അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ എനിക്ക് ആദ്യകാലങ്ങളിലൊന്നും ഈ പെന്തക്കോസ്ത് അനുഭവത്തിലായതുകൊണ്ടില്ലായിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെ മാതാവിനെയും സഹോദരങ്ങളെ കാണാൻ വന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴി അതിലെയായിരുന്നു, അവരുടെ വീടിൻ്റെ അടുത്തൂടെ ഞങ്ങളുടെ വഴി. അപ്പൊ ഞാനും വൈഫും കൂടെ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഞങ്ങൾ വരുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം മുറ്റത്തിറങ്ങി തന്നെ വിളിച്ചു, മനോജെ എന്തുണ്ട് വിശേഷം, നീ എവിടെ പോയതാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇവൻ നമ്മളെ പെന്തക്കോസ്തുകാരനാക്കാനുള്ള പരിപാടിയാട്ടോ. അപ്പം വാതർന്ന വരുന്ന ഭാഷകളൊക്കെ ആ സമയത്തൊക്കെ മറ്റു ഭാഷകളായിരുന്നു. കാരണം എനിക്ക് ദൈവത്തെ അറിയത്തില്ല, അതുകൊണ്ട്. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇവൻ നമ്മളെ പെന്തക്കോസ്തുകാരനാക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞു തീർന്നതല്ല, അദ്ദേഹം എന്നെ വിടാനൊരു മനസ്സ് കാണിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, വാ കയറി വാ, നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നെ ഭവനത്തിലേക്ക് കയറ്റുവാനായിട്ട് ഇടയായിരുന്നു. എന്നാൽ ഈ പെന്തക്കോസ്തുകാരെ പറ്റി ഒരു കാര്യം ഞാൻ പറയാം. ഇവർ ഒച്ചയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇവരുടെ ഹൃദയത്തിനകത്ത് വലിയ സ്നേഹമാണ്. ആരെ കണ്ടാലും അവരെ സ്നേഹിക്കാൻ, ഒരു നിർധന കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ, ഇല്ലെങ്കിൽ അവരുടെ ആ കഷ്ടതയിൽ അവരുടെ കൂടെ നിൽക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് പെന്തക്കോസ്തുകാർ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നെ ഭവനത്തിലേക്ക് വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിന്റെ അമ്മയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു പായൊക്കെ നിരത്തി പായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, ഞാനും ഈ പാസ്റ്ററും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെന്നപ്പോഴത്തേക്ക് വചനമാണ് എന്നോട് ഇടപെടുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ ഇരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. ഞാൻ വേഗത്തിൽ പോട്ടെ, സമയം വരുന്നതാണല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം പ്രാർത്ഥനയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ കയറി മടുത്തു വന്നാൽ പിന്നെ പ്രാർത്ഥിക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച്, അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയോട് പറഞ്ഞു, ലക്ഷ്മി എണ്ണ കൊണ്ടുവരണം എന്ന് പറയും. കുറച്ച് എണ്ണ അവിടെ കൊണ്ടുവച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്നൊരു വചനം വന്ന് എന്നോട് ഇടപെട്ടു. എന്നോട് പറഞ്ഞു, യെശയ്യാപ്രവചന പുസ്തകം 45-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിനക്കുള്ളതാ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. അപ്പം എനിക്കത് കേട്ടപ്പോഴേക്ക് എനിക്ക് വല്ലാത്തൊരു ഒരു ശരീരത്തൊരു വിഭ്രമം ഉണ്ടായി. അപ്പൊ അദ്ദേഹം എനിക്ക് വേണ്ടി പിന്നീട് ആ വാക്യം പറഞ്ഞതിന് തീർന്നതിന് ശേഷം എനിക്ക് വേണ്ടി ശക്തമായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, വചനം ഒന്ന് ബൈബിൾ എൻ്റെ കയ്യിലേക്ക് എന്നോട് വായിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അറിയത്തില്ല, മലയാളം അറിയത്തില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാരണം പെന്തക്കോസ്തുകാർ വചനം വായിക്കുന്ന പോലെ മറ്റാർക്കും വായിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ വചനം ഉള്ളതുകൊണ്ട് അവർ വായിച്ചില്ലെങ്കിലും 1 by 1 ആയിട്ട് ഇത് പറഞ്ഞു പോകും. അപ്പൊ എനിക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ തന്നെ വായിക്കാൻ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ വായിച്ചു. അപ്പൊ എന്നോട് ഇങ്ങനെ വചനം ഇടപെട്ടു,
യഹോവ തന്നെ അഭിഷിക്തനായിരിക്കുന്ന കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാർ അരക്കച്ചരിക്കേണ്ടത്, കതക് അവന് മുമ്പായി തുറക്കേണ്ടതിന്, വാതിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കും, വലങ്കരം പിടിച്ചിരിക്കും. ഈ വാക്യമാണ് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് പെട്ടെന്ന് ഇടപെടാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ എണ്ണ പ്രാർത്ഥിച്ച് ആ എണ്ണ എൻ്റെ ദേഹമാസകലം പൂശി. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ നീ അടുത്ത ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും പെന്തക്കോസ്ത് ചർച്ചിൽ പോകണം. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാല് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലുടനീളം അസാമാന്യം ഒരു ദൈവ സാന്നിധ്യമാണ്. എന്ന് പറഞ്ഞാൽ അതുവരെയും ഞാൻ അനുഭവിക്കാത്ത ഒരു എന്താ പറയാ, കറണ്ട് പാസ് ചെയ്യുന്ന പോലെ, എനിക്കിപ്പോൾ അത് അങ്ങനെയാ പറയാൻ പറ്റത്തുള്ളൂ, കറണ്ട് പാസ് ചെയ്യും പോലെ ഒരു വലിയ ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ എൻ്റെ ശരീരം മുഴുവനുമായിട്ട് അങ്ങോട്ട് മിന്നി മറിഞ്ഞ ഒരു കുളിര് കോരും പോലെ ഇപ്പോൾ അതിപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാക്യം ഞാൻ പെട്ടെന്ന് ഏറ്റെടുത്തു. കാരണം അതുവരെയും ദൈവത്തെ നിന്ദിച്ച തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ ദൈവം പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനം എൻ്റെ ഹൃദയത്തിലങ്ങ് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായിരുന്നു. ആ വചനം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെ പോയാലും പ്രാരംഭത്തിൽ ആ വാക്യം ഒന്നും പറയാതെ എൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ വചനം എന്നെ സൗഖ്യമാക്കി എന്നാണ് ഞാൻ അന്നും പറയുന്നത്, ഇന്നും വിശ്വസിക്കുന്നു. ആ വചനം എന്നെ സൗഖ്യമാക്കി. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ പെന്തക്കോസ്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നീടുള്ള സമയം. ചുരുക്കി പറയട്ടെ, അങ്ങനെ ഞാൻ പെന്തക്കോസ്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. എൻ്റെ ഭാര്യ എന്നോട് എതിർത്തു. എൻ്റെ 3 കുഞ്ഞുങ്ങൾ അത്യാവശ്യം ആ സമയത്ത് 4 5 വേദപാഠം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ എൻ്റെ വൈഫ് പറഞ്ഞു തിരിപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളാണെങ്കിലും അവര് എൻ്റെ പിതാവ് പറഞ്ഞു, നീ ഒരിക്കലും സമ്മതിക്കരുത് അവൻ പോകാനാ. കാരണം ഇവര് പാരമ്പര്യ കുടുംബമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ വയനാടിന്റെ പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തവരാണ് മാതാപിതാക്കൾ. അവർ കോട്ടയത്തിന്റെ പ്രദേശം ഇവിടെ വന്ന് കുടിയേറി പാർത്തവരാണ്. അപ്പോൾ വെട്ടിപ്പിടിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ ആദ്യ സ്ഥലമാണ് എൻ്റെ ഇവിടുത്തെ ചർച്ചിന് വേണ്ടി അവർ കൊടുത്തത്. അപ്പോൾ ഒരു പള്ളി പ്രശ്നമാണ് അവരെല്ലാം, പള്ളിയിലെ വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവര് എന്നെ ഒരിക്കലും പെന്തക്കോസ്തിലേക്ക് പോകാനായിട്ട് അനുവദിച്ചില്ല. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ മടങ്ങി വരട്ടെ. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഒന്നുകൂടെ മടങ്ങി വരാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പ്രാരംഭത്തിൽ എനിക്ക് ജന്മം നൽകിയത് ഭവനത്തിനകത്താണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, അന്നൊന്നും എനിക്ക് വചനം അറിയത്തില്ല, പക്ഷെ പിന്നീട് ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി. വചനം എന്നോട് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ വചനം ഇടപെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് വന്ന ചിന്ത, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരിക്കും. ആ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ആ കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത് ഇത് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ അന്ന് ഞാൻ മരിച്ചു പോവുകയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലോ ഇല്ലെങ്കിൽ ഈ ദൈവവചനത്തിന് വേണ്ടി നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ അന്നേ കർത്താവ് എന്നെ കണ്ടത് കൊണ്ടാണ് ചില കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകാനായിട്ട് എന്നെ ദൈവം സഹായിച്ചത്. അപ്പോൾ തിരുവെടുത്ത് പിന്നീട് പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനായിട്ട്, അന്ന് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പഠിക്കാനായിട്ട് ഒത്തിരി പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. പിന്നീട് എനിക്ക് തോന്നി, ഇതാണ് ശരി, യേശുവാണ് ശരി, യേശുവാണ് സത്യം, യേശുവാണ് വെളിച്ചം. കാരണം ഇരുട്ടിന്റെ അന്ധതമസിൽ കിടന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഈ വലിയവനായിരിക്കുന്ന ദൈവം എന്നെ സൗഖ്യമാക്കി. പിന്നീട് എനിക്ക് ഒരിക്കലും, ഞാൻ പറഞ്ഞിട്ടെ, ആ ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ആ രോഗം വരുമ്പോൾ എനിക്ക് അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളൊക്കെ വേഗം വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് എന്നെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ കീഴടങ്ങുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് വരെയും എനിക്ക് ആ രോഗം എന്നെ കടന്നു പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ യേശു കർത്താവ് സൗഖ്യദായകനാണ്. യേശു കർത്താവ് അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തില് ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും രോഗത്തെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. ഇരുട്ടിന്റെ അന്ധതവസ്ഥയിൽ നിന്ന് മാനകുലത്തെ വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം. ആ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവമാണ്. ആ ദൈവം സൗഖ്യദായകനാണ്. കർത്താവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. സൗഖ്യം വന്നിരിക്കുന്നു, വചനം അങ്ങനെ തന്നെ പറയാം. സൗഖ്യം വന്നിരിക്കുന്നു, നമ്മളത് പ്രാപിച്ചാൽ മതി. അത് പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ പിശാച് നമ്മളെ പലപ്പോഴും തടയാൻ സാധ്യതയുണ്ട്. കാരണം അത് മറ്റുള്ളവരിൽ കൂടെയും സുവിശേഷം എത്താത്ത സുവിശേഷ വിരോധികൾ കൂടെയും, ഇല്ലെങ്കിൽ നമ്മളെ ഈ സുവിശേഷം അറിയിക്കാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി മേഖലയിൽ കൂടി അത് നമ്മളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ എനിക്ക് ഭവനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഏറ്റവും തടസ്സമായി എഴുന്നേറ്റ് എൻ്റെ പിതാവും എൻ്റെ സഹോദരങ്ങളുമാണ്. അവരെന്നെ വിടത്തില്ല. അപ്പൊ പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പിന്നീട് ഞാൻ എൻ്റെ ഭാര്യ എനിക്കെതിരായി മാറി. അങ്ങനെ ഞാൻ ശക്തമായ തീരുമാനമെടുത്ത് സ്നാനപ്പെടണമെന്ന്. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷമായിട്ട് ഞാനിവിടെ അടുത്ത് തന്നെ ആഴ്ച തന്നെ ആലയത്തിൽ പോയി. അപ്പോഴേക്കും സഭയ്ക്കകത്ത് വലിയ വിള്ളലുണ്ടായി. അവിടുത്തെ ചർച്ചയിൽ ഭയങ്കര വിള്ളലുണ്ടായി. അച്ഛൻ തിരുതരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ പിതാവിന് സമാധാനമില്ല, മാതാവിന് സമാധാനമില്ല.
എൻ്റെ സഹോദരങ്ങൾക്ക് സമാധാനമില്ല. ഈ നാട്ടിൽ വലിയൊരു വിഭ്രാന്തി പോലെ. കാരണം ഞാൻ അത്ര ശ്രേഷ്ഠനായിട്ട് നിന്നൊരു വ്യക്തി, പാട്ട് പാടിക്കൊണ്ട വ്യക്തി. പക്ഷേ പിന്നീട് എൻ്റെ പാട്ടുകളോ എൻ്റെ സംസാരമോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതൊരു ശൂന്യത തോന്നി. അപ്പോൾ പിന്നീട് അനേകർ എൻ്റെ പാഠത്തിലേക്ക് വരാൻ തുടങ്ങി. നീ തിരിച്ചു വരണം, നീ ഒരിക്കലും പെന്തക്കോസിലേക്ക് പോകരുത്. അത് ഭയങ്കര എന്താ പറയുക, പെന്തക്കോസിനെ വളരെ തള്ളി സംസാരിപ്പാൻ ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞോ, എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ഞാൻ ആ സാഹചര്യത്തിൽ നിന്നപ്പോൾ എന്നെ കാണാൻ ആരും വന്നില്ല. അപ്പോഴേക്കും കർത്താവിനെ പരിപാലിച്ച വചനങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. കർത്താവ് രോഗിയായിരുന്നു, കർത്താവ് മുറിവേറ്റ് കിടന്നു. അവിടെയൊക്കെ സഹായിച്ചവരെയൊക്കെ തിരുവഴുത്തിൽ പഠിച്ചു. പക്ഷെ എനിക്ക് ആരും സഹായത്തിനായിട്ട് വന്നില്ല. പക്ഷെ എന്നെ സഹായിക്കാനായിട്ട് പിന്നെ വന്നത് ഇങ്ങനെയുള്ള ദൈവദാസന്മാർ. ഈ ഞാൻ തള്ളി പറഞ്ഞ പെന്തക്കോസ്ത് സമുദായം, അതിനകത്ത് ദൈവദാസൻ ദൈവം, അവരുടെ സ്നേഹം വളരെ എന്താ പറയുക, വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇപ്പോഴും അങ്ങനെയുള്ള സ്നേഹം. അവർക്കൊരു ചെറിയ പ്രയാസം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് കണ്ടിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നീട് വന്ന അച്ഛൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറയും, മാറിപ്പോയ സമയത്ത് പറയും, മനോജിനോട് പറയണം, ഞാനിവിടെ വന്നിരുന്നു എന്നൊക്കെ പറയണമെന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഈ യേശുവിനെ, ഇന്ന് പ്രഭാതത്തിൽ ഈ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം യേശു വെളിച്ചമാണ്. ഇരുള് യേശുവിനെ പിടിച്ചടക്കാം, അതിനെ പിടിച്ചടക്കാൻ ഇരുളിന് കഴിയത്തില്ല. ഒരു കാലഘട്ടങ്ങളിൽ അന്ധതമസിൽ കിടന്ന് തന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ സത്യം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നല്ലോ. ഒത്തിരി സാക്ഷ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതെല്ലാം ഒന്നും പറയാനായിട്ട് സമയമില്ല. എങ്കിലും ഞാൻ അങ്ങനെ ആ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം, ഇതൊരു സാക്ഷ്യം, ഞാൻ വന്ന സാക്ഷ്യമാണ്, യേശുവിനെ അറിഞ്ഞ സാക്ഷ്യമാണ്. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായതിനു മുമ്പ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, ആ വചനം നിവർത്തീകരിച്ചു. പിന്നീട് പറയുന്ന വചനം ഇതാണ്, കോരശിനോട് അരുളി ചെയ്ത വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറി. ഞാൻ നിന്റെ വരം കരം പിടിച്ചിരിക്കും. രാജാക്കന്മാരെ കച്ചഴിക്കാനും കഥക് തുറക്കാനും ഇല്ലേ, ഇരുമ്പോട് അമ്പലക്കിണ്ണ, അതൊക്കെ കേൾക്കാൻ നമുക്ക് എളുപ്പമാണെങ്കിലും അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അസാധ്യമാണ്. ഇരുമ്പോട് അമ്പലക്കെണ്ണിക്കും എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷേ സത്യമാണ്. കർത്താവിന്റെ വചനത്തിന് സകലത്തെയും തകർക്കുവാൻ ശക്തിയുണ്ട്. ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിക്കുവാൻ കർത്താവിന്റെ വചനത്തിന് കഴിയും. അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു. തുടർന്ന് സന്തോഷമായിട്ട് ഞാൻ പോയി. തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ഞാൻ സ്നാനപ്പെടാനായിട്ട് ഇടയായിരുന്നു. 2 വട്ടം സ്നാനത്തിന് ഒരുങ്ങി, 2 വട്ടം വണ്ടി മറിഞ്ഞു, സ്നാനം മുടങ്ങി. എന്നാൽ അതും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, 3ാമതായിട്ട് ഞാൻ സ്നാനത്തിന് ഒരുങ്ങി. അപ്പോഴേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, വചനം പഠിക്കാൻ തുടങ്ങി, എല്ലാം തുടങ്ങി. ബൈബിളിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. അതിനുശേഷമായിട്ട് എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായിരുന്നു. അതാണ് ഏറ്റവും സന്തോഷം എൻ്റെ ജീവിതത്തിൽ. ഞാനാണ് പ്രാരംഭത്തിൽ രക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഒരു സത്യം ഞാൻ പറയാം. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ ഭാര്യയുടെയും എൻ്റെയും കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും, എൻ്റെ മക്കൾ, ഞങ്ങൾ 5 പേര് മാത്രമേ യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തുടർന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിശ്ചയമായിട്ട് അവരെ കൊണ്ടുവരും എന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും പറയും, എൻ്റെ മോൻ പറയുന്ന സത്യം. പക്ഷേ രക്ഷയിലേക്ക് കടന്നു വരാൻ ഈ പാരമ്പര്യം സമ്മതിക്കുന്നില്ലെങ്കിലും ഞാൻ ഒത്തിരി വചനം അവരോട് പറയുന്നുണ്ട്. പക്ഷേ ഈ ചാനലിൽ കൂടെ ഒക്കെ അവർക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകും ഞാൻ വിശ്വസിക്കും. അവർ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷയിലേക്ക് കടന്നു വരും. വന്നേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെടാനായിട്ട് ചില വർഷങ്ങൾക്ക് ശേഷം, അത് ഞാൻ സ്നാനത്തിന് ഒരുങ്ങി, സ്നാനം 2 പ്രാവശ്യം മുടങ്ങി, 3ാമത് എൻ്റെ ഭാര്യയും ഞാനും ഒരുമിച്ചാണ് സ്നാനപ്പെടാനായിട്ട് ഇടയായിത്തീർന്നത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഭാര്യ ആഭരണമൊക്കെ ധരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ അവർക്ക് ആദ്യം ഈ ആഭരണങ്ങളെ പോയി സ്നാനപ്പെടാനൊക്കെ ഒത്തിരി മടിയായിരുന്നു. അത് മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ ആർസിയിൽ 7 വയസ്സ് തൊട്ട് മടത്തി നിന്നൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും ഈ സമയത്തും കൊന്തിരൊട്ടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ഭക്തയായിരുന്നു അവര്. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടത് വലിയൊരു അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതം അന്ന് വരെയും അനുഭവിക്കാത്ത സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായത്. അപ്പോൾ എൻ്റെ ഭാര്യയും അവളും രക്ഷയിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വിടുതൽ തന്നെയാണ്, എൻ്റെ സൗഖ്യമാണ്. ഒരു കാലഘട്ടങ്ങളിൽ അവൾ അനുഭവിച്ച ഒത്തിരി കഷ്ടങ്ങളുണ്ട്. എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങൾക്കെല്ലാം വിരാമം കുറിക്കുവാൻ കർത്താവ് ഇടയാക്കി. അവൾക്കും ഒരു സ്വസ്ഥത അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ എബ്രായലേഖനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വസ്ഥത വരുത്തുന്ന ദൈവം. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവിടെയും തൊടുവാനായിട്ട് ഇടയായിത്തും. അപ്പോൾ വൈഫും രക്ഷയിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ കുടുംബവുമായിട്ട് സന്തോഷത്തോടെ ദൈവസ്ഥാനിൽ കടന്നു വന്നു. തുടർന്ന് ഞാൻ പ്രാരംഭത്തിൽ വഴിക്കൂടി കടന്നുപോയി. തുടർന്ന് എൻ്റെ വൈഫിനും ദൈവവചനം പഠിക്കാനായിട്ട് ദൈവാവസരം തന്നു. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് നിന്നു. ഫുൾ ഗോസ്പൽ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്ന
ഫുൾ ഗോസ്പൽ പെന്തക്കോസ്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവദാസന്മാരകത്തുള്ള ചെറിയൊരു പ്രസ്ഥാനമാണ്. സാമ്പത്തികമൊന്നുമില്ല, വലിയ കാര്യമായിട്ടൊരു സാമ്പത്തികമില്ല. എല്ലാ ദൈവദാസന്മാരെയും ഒന്നും പോറ്റി കൊണ്ടുപോകാനുള്ള സാമ്പത്തികമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഫുൾ ഗോസ്പൽ. പക്ഷേ വിശ്വാസത്തിന് ഇല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നതിൽ ഏറ്റവും ശുഷ്കാന്തിയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും സാമ്പത്തികമൊന്നും നോക്കാതെ അതിനകത്ത് നിൽപ്പാനായിട്ട് ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നത്. കാരണം നമ്മളെ പ്രസ്ഥാനം വളർത്താൻ എന്നല്ല കർത്താവ് വിളിച്ചത്. എങ്കിലും നമ്മൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് പറ്റും കൂറുമാനവും ഉള്ളവരായി നാം മാറണമെന്ന് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നല്ല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പറ്റം ദൈവദാസന്മാരാണ് അതിനകത്ത് ഉള്ളത്. ദൈവമക്കളും അവർ പ്രാർത്ഥിച്ച വിടുതലുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്നും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എന്നെ അവര് കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ച് വേർതിരിച്ച് കർത്താവിന്റെ വേലയിലേക്ക് എന്നെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് ഏകദേശം ഒരു 10-11 വർഷത്തോളമായി കർത്താവിന്റെ വേലയിൽ ഞാൻ വ്യാപൃതനാണ്. സഭാ ചാർജിലാണ് ഞാനുള്ളത്, സഭാഭാഷാണ്. അപ്പോൾ അന്ന് അനുഭവിക്കാത്ത എല്ലാ നന്മകളും ഇന്ന് ദൈവം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ ആ സ്വർഗീയ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മറ്റു നന്മകളല്ല, ഭൗതിക നന്മകളല്ല, ആത്മീയ നന്മകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എന്നെ ദൈവം പിടിവിച്ചു. എന്നാൽ അവിടെയൊക്കെ ഞങ്ങൾ സന്തോഷവാനായിരുന്നെങ്കിലും ഈ കഷ്ടമെല്ലാം മാറി എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും പ്രതികൂലമാണ് പിന്നീട് കടന്നു വന്നത്. അത് രണ്ടാമത്തെ ഒരു സാക്ഷ്യം ഞാൻ വേഗത്തിലൊന്ന് പറയട്ടെ. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയി. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സാമ്പത്തിക കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷമായിട്ടൊരു ദൈവദാസി പ്രാർത്ഥിച്ചതിനോട് ആലോചന പറഞ്ഞു. 2011 പറഞ്ഞു മനോഹരമായ വാഹനം ദൈവം തരും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അതൊരു പഴയ ഓട്ടോറിക്ഷയാണ്, ആദ്യം വാങ്ങിയത്. ഗ്യാസ് ഉള്ള സമയത്തുള്ളൊരു ഓട്ടോറിക്ഷയാണ്. എന്നാൽ ഞാനത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അത് എഞ്ചിൻ പണിയായി. അപ്പോൾ ദൈവത്തോട് ഞാൻ തന്നെ മനസ്സുകൊണ്ട് ചോദിച്ചു, കർത്താവേ അങ്ങ് തരാന്ന് പറഞ്ഞ വാഹനം ഇതാണ്. അത് പിറ്റേ ദിവസം എഞ്ചിൻ പണിയായി. പിന്നെ പണിയെടുത്തു, മാതാപിതാക്കൾ പണിയെടുത്തതും ആ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ കുലിക്കണി പണിക്ക് പോയതും ഒക്കെ ആയിട്ട് തൊഴിലുറപ്പിന് വരെ ഇറങ്ങിയ സാഹചര്യങ്ങൾ എൻ്റെ വൈഫ് വളരെ കഷ്ടപ്പെട്ടു. എൻ്റെ വൈഫും ഞാനടക്കം വരെ കഷ്ടപ്പെട്ടു എന്താ പറയാ ഉപജീവന മാർഗം കഴിച്ച സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ കമ്മലും മാലയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സത്യദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് എൻ്റെ വൈഫും ഒത്തിരി ജോലിക്കൊക്കെ കടന്നുപോയി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളെടുത്ത കൂലി അടക്കം ഞങ്ങൾ വീണ്ടും ഈ വണ്ടി പണിയെടുത്ത് ഈ വണ്ടി നിന്നു. പിന്നീട് സുപ്രഭാതത്തിലെ വാഹനം ഞാൻ എങ്ങനെയോ ഒഴിവായി. അങ്ങനെയൊന്ന് സുപ്രഭാതത്തിൽ ഒരു സമയത്ത് വീണ്ടും ഈ ദൈവദാസി ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്നു. ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ആ ദൈവദാസി വീണ്ടും എന്നോട് ഞങ്ങളെ മാറ്റി വിളിച്ചിട്ട് ഞങ്ങളോട് ആലോചന പറഞ്ഞു, പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇതൊന്നും അല്ല ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന വണ്ടി, പുതിയൊരു വാഹനം ദൈവം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. ഞാൻ ആദ്യം വിശ്വസിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് അല്പം ഞാനങ്ങ് മാറിപ്പോയെങ്കിലും പിന്നീട് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എന്നാ പ്രിയരെ ഞാൻ പറയട്ടെ, ദൈവം തന്ന നല്ലൊരു പുതിയ വാഹനം, ഒരു ഓട്ടോറിക്ഷ. അതിന് ഞാൻ യഹോവ ഈരെ എന്ന് പേരിട്ടു. കരുതുന്ന ദൈവം, ഇല്ലെങ്കിൽ കരുതി കൊണ്ടുവരുന്ന ദൈവം, അങ്ങനെ ഒരു പേരിട്ടു. ആ വാഹനമാണ് തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഉപജീവന മാർഗം. ആ വാഹനം ഇന്നുകൊണ്ട് ആ വാഹനമായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള ഉപജീവന മാർഗം. ആ വാഹനം ഓടിച്ചാണ് പിന്നീട് ഞാൻ കർത്താവിന് വേല ചെയ്യാനായിട്ട്. ചുരുക്കി പറയട്ടെ, അപ്പൊ ദൈവാസന്മാർ പറഞ്ഞു, മനോജ് വാഹനം ഓടിച്ച് തന്നെ വേല ചെയ്താൽ മതി എന്ന് പറയാനായിട്ടിടയായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പാസ്റ്ററായി വന്ന ചരിത്രമാണ് പിന്നീട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അങ്ങനെ ഞാൻ വാഹനം ഓടിച്ച് കർത്താവിന് വേല ചെയ്തു. വാഹനം ഓടിച്ച് ചില വർഷങ്ങളായിട്ട് കർത്താവിന് വേല ചെയ്തു. വാഹനം ഓടിച്ച് കിട്ടുന്ന സാമ്പത്തികത്തിൽ നിന്ന് ഞങ്ങൾ 2 കുടുംബം പോറ്റണം. അപ്പോഴേക്കും ഞാൻ പെന്തക്കോസ്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് അനിഷ്ടം തോന്നി. എന്നെ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പിന്നീട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറി ഒരു ഷെഡ് വെച്ചു. അബ്രഹാം കൂടാരം മാറ്റി അടിക്കുന്ന പോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷെഡാണ്. ആ ഷെഡിനകത്ത് ഞാനും വൈഫും 3 കുഞ്ഞുങ്ങളും. ഒരു ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭവനത്തിൽ ആർക്കും കയറാം. പക്ഷേ ദൈവിക ഭവനമായതുകൊണ്ട് ഇന്ന് വരെയും മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ ആ ഭവനത്തിനകത്ത് പാർക്കുവാനും എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാനും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ആ സമയത്ത് എനിക്ക് കഴിഞ്ഞു. പക്ഷേ പിന്നീട് വരുന്ന എൻ്റെ ജീവിതത്തിൽ വന്നത് എല്ലാം ബ്ലോക്കാക്കുന്ന അനുഭവമാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം സ്റ്റക്കായി പോയി. എൻ്റെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള ഗമനം എനിക്ക് ഗമിക്കുവാൻ കഴിയാതെ ഞാൻ സ്റ്റക്കായി പോയ സാഹചര്യങ്ങൾ. കാരണം ഈ വാഹനം ഓടിച്ച ജോലി ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, വേല ചെയ്തത്. അതുകൊണ്ട് ഞാൻ വേല ചെയ്യണം, കുടുംബം പോറ്റണം, ഇതെല്ലാം എനിക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വന്ന സമയത്ത് എനിക്കൊരു സ്കൂളിൽ വോട്ട് ലഭിക്കാനായിട്ട് ഇടയായത്. പിന്നീട് ഞാനൊരു 5 കേസിൽ അകപ്പെട്ടു. അതാണ് ഞാൻ തുടർന്ന് പറഞ്ഞു വരുന്നത്.
അപ്പോൾ എനിക്കൊരു സ്കൂളിലെ ഓട്ടം ലഭിച്ചു. ഞാൻ അതിനു മുമ്പ് സ്കൂളിലെ ഓട്ടം എടുത്തിരുന്നു. വലിയ മുതിർന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നൊരു ഓട്ടം, 10ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്ന ഒരു ഓട്ടമായിരുന്നു. എന്നാൽ അത് ഞാൻ അവിടെ എടുത്തുകൊണ്ട സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്കൂളിൽ എനിക്കൊരു ഓട്ടം ലഭിച്ചു. എന്നാൽ അവിടെ ലഭിച്ച സമയത്ത് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ചില ഓട്ടങ്ങൾ കട്ട് ചെയ്തിട്ട്, ഞാൻ ഇവരെ ആകുമ്പോൾ എനിക്കൊരു 4 ട്രിപ്പ് കിട്ടും. അപ്പോൾ എനിക്കൊരു സാമ്പത്തികമുണ്ട്. അതൊരു മാസം ഒന്നിച്ച് കിട്ടുമ്പോൾ എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പം ഞാനത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഈ കുഞ്ഞുങ്ങളെ രാവിലെ 9:30 അവരുടെ ട്രിപ്പ് കഴിയും. 4 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സമയമുണ്ട്. മീറ്റിങ്ങിന് പോകാനൊക്കെ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റു ഓട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഓട്ടം ഏറ്റെടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതൊരു ഗോത്രസാരഥി എന്ന് പറയുന്നൊരു ഓട്ടമായിരുന്നു. അത് സ്കൂളിലെ ഓട്ടമായിരുന്നു. അങ്ങനെ ആദ്യ വർഷങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോയി. പിന്നീട് സാമ്പത്തികത്തിനൊക്കെ ഒത്തിരി പ്രയാസമുണ്ടായി, തടസ്സങ്ങളുണ്ടായി. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിലേക്ക് സാമ്പത്തികം പെൻഡിങ് ആയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ഓട്ടം എടുക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് വേറൊരു ഓട്ടോറിക്ഷ അവിടെ കുഞ്ഞുങ്ങളെ ഓട്ടം എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു, ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കത് വല്ലാതെ താങ്ങാൻ പറ്റാത്തൊരു പ്രയാസമായി പോയി. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഞാൻ വൈഫുമായിട്ട് കടന്നുപോയി. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സാറിനെയാണ് കണ്ടത് ഓഫീസ് റൂമിൽ. അപ്പോൾ അവിടുത്തെ ടീച്ചറാണ് അവിടുത്തെ അഡ്മിനിസ്റ്റർ. അപ്പോൾ അവരെന്ത് ചെയ്യും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തലവേദനയാണ്, കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിക്കാനായിട്ട് പറഞ്ഞു. വിളിച്ചു വന്നപ്പോൾ അദ്ദേഹം തലയൊക്കെ കയ്യെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഓട്ടം എടുക്കുമ്പോൾ എനിക്ക് ബദലായിട്ട് വേറൊരു വണ്ടി അവിടെ വന്ന് ഓട്ടം എടുക്കുന്നില്ലെങ്കിൽ എന്താണ് അതിനുള്ള തകരാറെന്ന് ചോദിച്ചപ്പോൾ അവരതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായിട്ട് വെക്കുന്ന വണ്ടി എനിക്ക് ഒത്തിരി സാമ്പത്തികം കൂടെ തരാനുണ്ട്. ഏകദേശം ഒരു 64,000 രൂപയോളമാണ് എനിക്ക് കിട്ടാനുള്ളത്. അപ്പൊ ആ സമയത്ത് ഈ സാമ്പത്തികം തരാനുള്ളത് ചോദിച്ചപ്പോൾ അവര് അത് തന്നിട്ട് വേണ്ടേ നിങ്ങൾ വേറെ വാഹനം വെക്കാനായിട്ട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്, മരത്തേന്ന് കുറിക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്ന് എന്നോട് പറയാനിടയായിട്ട്. അപ്പൊ ഞാൻ പിന്നീട് ഒത്തിരി സംസാരിക്കാനൊന്നും മുതിർന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ സാമ്പത്തികം നിങ്ങൾക്ക് എപ്പോൾ തരാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോരാനായിട്ട് ഇടയായിട്ട്. അപ്പൊ എനിക്കറിയത്തില്ല അതിന് പിന്നെ വലിയൊരു ചതി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും അവരെന്നെ കേസിൽ കൊടുക്കാനുള്ള സകല പദ്ധതികളും ഒരുക്കിയിരുന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ചുരുക്കി പറയട്ടെ, ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറത്ര ഫാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ കീഴിൽ അന്ന് പ്രസംഗിക്കേണ്ടത് ദൈവദാസൻ രാജുമേത്ര പാസ്റ്ററാണ്. അപ്പൊ എനിക്കത് കേൾക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിന് എന്തോ വരാൻ തടസ്സം ഉണ്ടായതുകൊണ്ട് അന്ന് കൺവെൻഷന് വേറെ ദൈവദാസന്മാരെ പ്രസംഗിച്ചു തോന്നുന്നു. അതിനുശേഷമായിട്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു കൺവെൻഷൻ കൂടെ നടക്കാനായിട്ട് അതിന് മൈക്ക് പെർമിഷൻ എടുക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തു. ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിയ പടി തന്നെ ഒരു പറ്റം പോലീസുകാർ കടന്നു വരികയും അപ്പൊ അതിനു മുമ്പ് ദൈവം തന്ന എൻ്റെ അനുജനൊരു ബൈക്ക് വാങ്ങിയിരുന്നു. ആ ബൈക്ക് പുതിയൊരു ബൈക്കായിരുന്നു. ബാക്കി റോഡിൽ വെച്ചിട്ട് കളവ് പോയി, കള്ളന്മാർ കൊണ്ടുപോയി. പക്ഷെ ആ വണ്ടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി 42ാമത്തെ ദിവസം. പോലീസുകാരൻ്റെ അന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് കിട്ടിയില്ലെങ്കിൽ 2 സെക്കൻഡോട് പൊളിച്ചു പോകേണ്ടതാണ്. മൈസൂരിന്റെ ഭാഗത്ത് നിന്ന് ആ വണ്ടി 42 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ ആ പേരും പറഞ്ഞാണ് പോലീസുകാർ എൻ്റെ അടുത്ത് വന്നത്. എടാ, നിന്റെ ആ വണ്ടിയുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് വേണ്ടി നിന്നോടൊന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാനായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ബൈക്കിന്റെ കേസും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു പോകല്ലേ, അത് നിങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ നിന്നപ്പോൾ പറഞ്ഞു, അതല്ല നിന്റെ ഓട്ടോറിക്ഷ എടുത്ത് നിന്നോടൊന്ന് ചെല്ലാൻ SI സാർ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവർ എന്നെ കൂട്ടി ഞാൻ പറഞ്ഞ അപ്പോൾ പിന്നെ അവരെ അനുസരിച്ച് ഞാൻ അത് പോകാതെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മൂത്ത മോനും ഉണ്ട് കൂടെ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ആ ഓട്ടോറിക്ഷ എടുത്ത് മുകളിലേക്ക് ചെന്ന് റോട്ടിൽ കയറിയത് അവിടെ പോലീസ് വണ്ടി എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്നെ വണ്ടിയിലേക്ക് പിടിച്ച് അപ്പോഴത്തേക്കും ഒരു വട്ടം പോലീസുകാർ വരികയും എൻ്റെ വാഹനത്തിൽ നിന്ന് എന്നെ അങ്ങ് മാറ്റിയിട്ട് വേറൊരു പോലീസുകാരൻ എൻ്റെ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി. അപ്പോഴേക്കും എന്നെ പിടിച്ച് വാഹനത്തിൽ കയറ്റി. അവിടെ നാട്ടുകാരെല്ലാം കണ്ടു നിൽക്കുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു അളിയൻ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനാണ്, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അമ്മാച്ചനും മരുമോനൊക്കെ അങ്ങ് വീട്ടിൽ, ഇത് സ്റ്റേഷനാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായിരുന്നു. അന്ന് എനിക്ക് ഫോൺ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഫോണാണ് എൻ്റെ അടുത്ത്, ഒരു കാർബണിന്റെ ഫോൺ. അപ്പോൾ എൻ്റെ വൈഫിന് ഞങ്ങൾ ഈ കൺവെൻഷൻ്റെ മീറ്റിങ്ങിന് വേണ്ടി, പ്രഭാത മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവിട്ടിട്ട് വാഹനത്തിലേക്ക് വന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ ഭാര്യ അറിയുന്നില്ല. അപ്പം ഞാൻ വേഗത്തിൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പേര് ഞങ്ങളുടെ മാത്യു, അവരുടെ ചർച്ചിലാണ് പ്രോഗ്രാം മീറ്റിംഗ് നടക്കുന്നത്. അപ്പം മാത്യു പാസ്റ്ററാണ് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ മാത്യു പാസ്റ്ററെ ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, പാസ്റ്ററെ എന്നെ പോലീസ് കൊണ്ടുപോകുന്നു, എന്താ കാര്യം എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞേ പോയി. എന്നെ പോലീസുകാർ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. പിന്നെ എനിക്ക് ആരുമായിട്ടൊരു ബന്ധമില്ല.
പിന്നെ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കുന്നത്. എൻ്റെ കേസ് എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്താണ് എൻ്റെ പേരുള്ള കേസെന്ന് ഒരു കാര്യം എനിക്കറിയത്തില്ലാതെ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. പ്രിയരെ, തുടർന്നുണ്ടായ പീഡനം വളരെ വലുതാണ്. അതെൻ്റെ ജീവിതത്തെ വല്ലാതെ നിരാശപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, കർത്താവിനെ അറിഞ്ഞപ്പോൾ സന്തോഷം പിന്നീട് ദുഃഖമായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞ് ഇത് കേട്ടാരും ദുഃഖിക്കരുത്. ഇതിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. അത് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജ് ഞാനിവിടെ വിരാമം കുറിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റേഷനിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, സാറേ എൻ്റെ പേരിലുള്ള കുറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുറ്റം ഒന്നും പോലെ അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാകും എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്കും അറിയത്തില്ല എൻ്റെ പേരിലുള്ള കുറ്റം എന്താണെന്ന്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ അവിടെ ഒരാളെ സെറ്റപ്പ് ആക്കണം. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, യൂണിഫോമിലല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അത് ഇടിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഒരാളായിരുന്നു. എനിക്ക് അന്നേരം വല്ലാതെ നിരാശ തോന്നി. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇൻസ്റ്റേറ്റൊക്കെ ചെയ്താ പോയത്. ഈ കർത്താവിനെ അറിഞ്ഞ സമയം മുതലേ എന്താ പറയാ, നമുക്കൊന്നുമില്ലെങ്കിലും അല്ലെ, കർത്താവിന്റെ വചനം പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ. അന്നും ഒന്നുമില്ല, ഇന്നും ഒന്നുമില്ല, ദൈവവചനം അല്ലാതെ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റേറ്റൊക്കെ നല്ല ഡ്രസ്സിലാണ് പോയത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഷർട്ടൊക്കെ അങ്ങോട്ട് ഊരിയിട്ടോ, ഇൻസ്റ്റേറ്റൊക്കെ ഊരി മാറ്റിക്കോളാം. അപ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വേഗത്തിൽ ഇതൊക്കെ ഷർട്ടൊക്കെ ഊരി മാറ്റി നിർത്തിയ സമയത്ത് വലിയ ലാത്തിയ, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ ലാത്തി കൊണ്ട് പ്രാരംഭത്തിലൊരു അടി ഈ ഭാഗം കൊണ്ടായി, നടുവിന്റെ ഈ ഭാഗം കൊണ്ട് ഈ അസ്ഥിയോട് ചേർന്ന് ഒരൊറ്റ അടിയാണ്. ആ അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെയും അനുഭവിക്കാത്ത, എൻ്റെ പിതാവൊന്നും തന്നെ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ മറ്റാരിൽ നിന്നും ഒരു ഉപദ്രവവും ഏറ്റുവാങ്ങാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഇതുവരെയും ഒരു വ്യക്തിയെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ഈ ഒരു പ്രയാസമുണ്ട്, അതെനിക്ക് താങ്ങാൻ കഴിയാതെ വല്ലാതെ ഭാരമായി മാറി. ആ അടി കൊണ്ട് ഞാൻ താഴെ പോയി. പിന്നീട് എനിക്ക് എൻ്റെ സുബോധമൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് എന്താ സംഭവിച്ചതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. വല്ലാത്ത പരവശനായി, വേർത്ത് കുളിച്ച് ഞാൻ വല്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ അടി കൊണ്ട് ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ഇടപെടുക, സംസാരിക്കുക. കർത്താവിന്റെ വചനം എന്നോട് ഇടപെടുകയാണ്. എന്നോട് കർത്താവ് സംസാരിക്കുന്നു, ഈ പച്ചമരത്തോട് ഇവർ ഇത് ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര അധികം ചെയ്യും എന്ന് വചനം എൻ്റെ ഹൃദയത്തിനകത്ത് എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഇടയായി. ആ അടി കൊണ്ടത് എൻ്റെ ഹൃദയത്തിനകത്ത് ആ വേദനകളെല്ലാം മാറി. ആ അടി എനിക്ക് ഓർമ്മയുള്ളൂ. ഈ കർത്താവിനോട് സംസാരിക്കുന്നു, ഈ വചനം എന്നോട് ഇടപെടുന്നു. അപ്പൊ എന്നോട് ഇതിനു മുമ്പും വചനം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോരേശനോട് ഇടപെട്ട വചനം എന്നോട് ഇടപെട്ടു. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരം ആകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന വചനം എന്നോട് ഇടപെട്ടു. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, ഈ പച്ചമരത്തോട് ഇവർ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് അത്ര അധികം ചെയ്യും. കാരണം വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന യേശു കർത്താവ് 33 തിരുവയസ്സിൽ താണഭൂമിയിൽ ജീവിച്ചു. മനുഷ്യ വേഷത്തിൽ വിളങ്ങി, മനുഷ്യനായി, മനുഷ്യരുടെ ഇടയിൽ പാർത്തു, കഷ്ടതയിൽ കൂടി കടന്നുപോയി, ക്രൂശുമരണം ഭരിക്കേണ്ടി വന്നു. കാൽവരിയുടെ കുലക്കടത്തിൽ കർത്താവ് തന്റെ അവസാന തുള്ളി രക്തവും ഊറ്റി മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, മനുഷ്യകുലത്തിന്റെ ശാപത്തിന് വേണ്ടി, മനുഷ്യന്റെ രോഗത്തിന് വേണ്ടി കർത്താവ് തകർക്കപ്പെടുവാനായിട്ട്. യെശയ്യാപ്രവചന പുസ്തകം 53 വായിക്കുമ്പോൾ നമുക്ക് അതെല്ലാം പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായ നിലകളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. കർത്താവിന്റെ ക്രൂശുമരണം, അതുവരെ ക്രൂശീകരണം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ക്രൂശീകരണം എന്നറിയത്തില്ല. ഗെത്സമന, ഗബത, ഗോൽഗോഥ, ഇതൊക്കെ നമുക്കറിയാം. കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ക്രൂശുമരണം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന്, അതാണ് കർത്താവിനോട് സംസാരിച്ചത്. ഈ പച്ചമരത്തോട് ഇവർ ചെയ്തെങ്കിൽ ഉണങ്ങിയവരോട് അത്ര അധികം ചെയ്യും. ആ വചനം എന്നെ പിടിവിപ്പാനായിട്ട് ഇടയായി തീർന്നു. തുടർന്നുള്ള ഒന്നും എനിക്ക് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. തുടർന്ന് ഒത്തിരി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവരവിടെ വെച്ച് തന്നെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. 3 ദിവസത്തോളം പോലീസ് കസ്റ്റഡിയിൽ തന്നെ അവിടുത്തെ ആ ജയിലിനകത്ത് കഴിയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടെ വെച്ച് ഒത്തിരി എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് താങ്ങാൻ പോലും കഴിയാത്ത നിലയിൽ, എന്ന് പറഞ്ഞാൽ മരിച്ചാൽ കൊള്ളാവുന്ന തന്നെ അപ്പം തോന്നി. അത്രയ്ക്ക് വേദനയിൽ കൂടി ഞാൻ കടന്നുപോയി. ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത
പ്രാണവേദന അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായി. അങ്ങനെ ഞാനവിടെ രണ്ടാമത്തെ ദിവസം പീഡകളെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഒന്ന് കിടക്കാൻ പോലും ഒരു ഷീറ്റ് പോലും തന്നിട്ടില്ല എനിക്ക്. ആദ്യം നല്ലൊരു പോലീസുകാരൻ, അദ്ദേഹം എനിക്കൊരു ഈ കട്ടി ടാർപോളിന്റെ കട്ടിയുള്ള സാധനം തന്നു. കാർബോർഡിന്റെ ഒരു ഷീറ്റ് തന്നു. ആദ്യത്തെ ദിവസം ഞാൻ അത് കിടന്നു. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, നീ അതിങ്ങനെ തന്നേരെ, ഇനി എസ് ഐ സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ സുഖവാസമായിട്ട് കിടത്തി എന്നുള്ള ചിന്ത വരും. അപ്പൊ അതിനകത്ത് എനിക്ക് നിരാശ തോന്നിയൊന്നുമില്ല, ഞാനത് തിരിച്ചു കൊടുത്തു. പക്ഷെ കേരള പോലീസിനെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനകത്ത് ഒത്തിരി നല്ല പോലീസുകാരുണ്ട്, വളരെ മോശമായവരുമുണ്ട്. പക്ഷെ അദ്ദേഹം നല്ലൊരു മനസ്സുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പേരൊന്നും എനിക്കറിയത്തില്ല, കണ്ടാൽ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം അത് എടുത്തു മാറ്റി. അന്ന് രാത്രിയിൽ വീണ്ടും എന്നെ വിസിറ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വരും. അപ്പോൾ അന്ന് രാത്രി ഒരു 3 പേര് ഒന്നിച്ച് നല്ല യുവാക്കൾ വന്നു. അപ്പൊ എന്നെ ഒരു ജനലിനോട് ചേർന്നുള്ള, ഇതുപോലെ കർട്ടനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുക, അവനെ നിർത്തിയിട്ട് എന്നോട് ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ച കൂട്ടത്തില് പെട്ടെന്ന് ഒരു ഒരു കരം എൻ്റെ ഇവിടേക്ക് വന്നു. അപ്പൊ ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു വലിയ ഇടി എനിക്ക് ഏറ്റു. എന്റെ പല്ലെല്ലാം തകർന്ന് താഴെ പോയി ഞാൻ ചിന്തിച്ചു. പക്ഷെ ബ്ലഡ് ഇങ്ങനെ ധാരധാരയേറ്റ് ഡ്രസ് കൂടെ ഒഴുകാനായിട്ടിടയായി. അപ്പൊ എന്നോട് പറഞ്ഞു, നീ അതിൽ തുടക്കണമെന്ന് പറഞ്ഞു. തുടച്ചു. പക്ഷെ തുടച്ചിട്ടൊന്നും ബ്ലഡ് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു ഉപദ്രവം എനിക്കുണ്ടായി. അതെനിക്ക് സഹിക്കാൻ വല്ലാത്തൊരു ആഘാതമായിട്ട് എനിക്ക് മാറി. എന്റെ നാവെല്ലാം മുറിഞ്ഞുപോയി. ഇടിയിൽ എന്റെ നാവെല്ലാം മുറിഞ്ഞുപോയി. വല്ലാത്ത പ്രയാസം. എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളരെയധികം ഭാരപ്പെട്ടു. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അളിയനും ആളുകളൊക്കെ വന്ന് എനിക്ക് അവിടുന്ന് ഫുഡ് കിട്ടത്തില്ലെങ്കിൽ എനിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിത്തരും. അത് വാങ്ങി തന്നിട്ടാണ് ഞാൻ കഴിക്കും. പക്ഷെ എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും ആ സമയങ്ങളൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചിട്ടില്ല. ഈ 3 ദിവസം എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാനേ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം അതികാലത്ത്, അന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ്. അതികാലത്ത് ഒരു പോലീസുകാരൻ പെട്ടെന്ന് വന്ന് അവിടെ അവര് വെള്ളമൊക്കെ ചൂടാക്കുന്ന ഒരു കരണ്ടടുപ്പൊക്കെ ചൂടാക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വന്ന് അദ്ദേഹം വെള്ളം ചൂടാക്കി തിളയ്ക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം പെട്ടെന്ന് വന്നൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് അത് കുടിച്ചിട്ട് എനിക്ക് നല്ല പരവേശമുണ്ട്, ഭക്ഷണം കഴിക്കാത്ത ക്ഷീണമുണ്ട്. അങ്ങനെ ഈ മുറിവിന്റെ വേദന എല്ലാം എനിക്കുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ നിനക്ക് വെള്ളം വേണോ? ഞാൻ പറയാം വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എനിക്ക് വെള്ളം തന്നു. പക്ഷെ അദ്ദേഹം തന്ന വെള്ളം ഞാൻ ഇത്ര വെള്ളം തന്നത്. പക്ഷെ അത് ഞാൻ അദ്ദേഹം ഒഴിച്ച പോലെ തന്നെ ഗ്ലാസ്സിലൊന്നും മുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും പൊക്കി ഒഴിച്ചു. പക്ഷെ തിളച്ച വെള്ളമായിരുന്നു. എന്റെ നാവങ്ങോട്ട് വല്ലാതെ അവസ്ഥ. പിന്നീട് എനിക്ക് പൊള്ളി, ആ മുറിവിന്റെ കൂടെ പൊള്ളലും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം. എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്ത ഒരു വല്ലാത്ത വിഭ്രാന്തിയിൽ ഞാനായി മാറി. പക്ഷെ അദ്ദേഹം ഈ വെള്ളം തന്നിട്ട് അങ്ങ് പോയി. ഇനി അദ്ദേഹം അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ തന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ആ നേരവും ഞാൻ ക്രൂശീകരണം ഓർക്കുന്നു. കർത്താവിന് കുറിച്ച ആ കഷ്ടങ്ങൾ ഞാൻ ഓർക്കുകയാണ്. കർത്താവിന് പുളിച്ച വീഞ്ഞു കൊടുത്ത അനുഭവം ഞാൻ ഓർക്കുന്നു. അങ്ങനെ വല്ലാത്ത അനുഭവം എന്നെ നീറി വല്ലാത്ത പ്രയാസം കൂടി കടന്നുപോയി. അങ്ങനെ അന്ന് 11 മണി 11:30 എന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റുകൾക്ക് വിധേയമാക്കാനായിട്ട്. അപ്പോഴത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്കും വഴി സൈഡില് ചാനലുകാരിങ്ങനെ അവിടെ റെഡിയായി നിൽക്കുക ചാനൽ പിടിക്കാനായിട്ട്. അപ്പൊ പോലീസുകാർ നല്ലവരാട്ടോ. അവര് പറഞ്ഞതിനോട്, എടാ നിന്റെ മുഖമൊന്നും കാണിക്കണ്ട, നീ മാറ്റി വെച്ചു. പോലീസുകാർ ചാനൽ പിടിക്കും. ഞാൻ സാറേ മുഖം കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ധരിച്ചിരുന്ന ചുവന്ന ഷർട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എല്ലാം കൊടുത്തു. എന്നാൽ അവിടെ കൊണ്ടുപോയി പോലീസുകാരനെ കൊണ്ടുപോയി അവിടെ ചെന്ന് എന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് BP ഹൈ ആയി. എനിക്ക് BP ഉള്ള ആളല്ല ഞാൻ. ഷുഗറോ BP അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, ഒന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവർക്ക് BP ഹൈ ആണ്. അങ്ങനെ ഡോക്ടർ എനിക്കൊരു ഗുളിക തന്നു. ആ ഗുളിക കഴിച്ചു. അത് കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് കുറയുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള കണ്ടീഷനിൽ 1 മണിക്കൂർ കഴിഞ്ഞ് BP ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും BP അതുപോലെ നിൽക്കുക, മാറുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പോലീസുകാർക്കൊക്കെ നിരാശയായി കാണും ഒരു പക്ഷേ, കാരണം ഒത്തിരി പോലീസുകാരുണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. കാരണം ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് അന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിയുള്ള പോലീസ് അല്ലെങ്കിൽ ജയിൽ ഡ്യൂട്ടിയുള്ള പോലീസുകാർക്ക് അന്ന് പിന്നെ ഈ ഒരു പ്രതിയെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡ്യൂട്ടി ഇല്ല അന്നത്തെ ദിവസം. അപ്പം നിർഭാഗ്യവശാൽ അന്ന് എനിക്ക് ഈ BP ഹൈ ആയതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ നിന്നപ്പോൾ എന്റെ BP കുറയാത്തതിന്റെ കാരണം ഞാൻ ആരെയും കാണുന്നില്ല. ദിവസങ്ങളിലൊന്നും പോലീസ് സ്റ്റേഷനിൽ എന്റെ വൈഫ് പോയി, എന്റെ മാതാപിതാക്കൾ ചെന്നു,
എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി ആളുകളെല്ലാം അവിടെ വന്നു. പക്ഷെ അവരാരും ഇവര് കാണിക്കുന്നില്ല. അത് എസ്ഐയുടെ പ്രത്യേക ഓർഡറാണെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഞാനിവിടെ ആത്മഹത്യ ചെയ്യും, എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും അവർ കാണിക്കാനായിട്ട് മുതിർന്നില്ല. അതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ എനിക്കും അവരെ കാണാത്ത ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. പറക്കം പറ്റാത്ത 3 കുഞ്ഞുങ്ങൾ ആ സമയത്ത് അവർക്ക് അറിയത്തില്ല ഒന്നും. അവരുടെ പഠനം പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ പഠനമൊക്കെ അവിടെ പെൻഡിങ് ആയി. ഈ കേസോട് കൂടി അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു പോട്ടെ, ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ ആരംഭത്തിൽ ഞാൻ ഷെഡിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു വീടോ കാര്യങ്ങളോ, നല്ല വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് നിർത്തനപ്പെട്ട കുടുംബമാണ്. അപ്പോൾ സാമ്പത്തികത്തിൽ അന്ന് ഞെരുക്കമുണ്ട്, ഇന്നും ഞെരുക്കമുണ്ട്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ്. അപ്പൊ ഞാൻ അവിടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ജയിലിൽ കാല് കുത്തിയതിന്റെ പിറ്റേ ദിവസം എൻ്റെ ഷെഡ് പൊളിപ്പാനായിട്ടിടയായിരുന്നു. പൊളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ചു. ഒരു നല്ല മെമ്പറായിരുന്നു മെമ്പർ. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ടോം എന്നാണ്. അദ്ദേഹം ഇവിടെ കടന്നു വരികയും വീട് അനുവദിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളെ വീട് കാര്യങ്ങളൊക്കെ തന്നു. ഞങ്ങൾക്ക് ആ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴും താമസിച്ചത്. കൊച്ചു വീട്, 2 റൂമിലൊരു കൊച്ചു വീട്. പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല, എല്ലാം ഒന്നും പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും ആ കൊച്ചു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഈ വീട് ദൈവം തന്നു. ദൈവം തന്നതാണ് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ജയിലിൽ കാലുകുത്തി, ഇവിടെ വീട് പൊളിച്ചു. ആ ദൈവത്തിന് പദ്ധതി ചെറുതൊന്നുമല്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ജയിലിൽ കിടപ്പം എൻ്റെ വൈഫും എല്ലാവരും അവർ കാണാൻ ശേഷം അനുവദിച്ചു. പക്ഷെ അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കൂടെ ചേർന്നു. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളെല്ലാം വന്നു. അവരെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ടെൻഷൻ മാറി. എനിക്ക് ഹൈ ടെൻഷനായിരുന്നു. ഈ ടെൻഷനാണ് ഈ VP ഇങ്ങനെ നിന്നത്. അവരെ കണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോഴത്തേക്ക് എൻ്റെ VP അങ്ങ് ലോയായി, BP കുറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് അന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നത്. അതിനു മുമ്പേ വല്ലാത്ത പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ചു. പക്ഷേ എനിക്ക് അവിടെ ചെന്നാലും ഈ നാവിന്റെ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. അല്ലേലും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞൊന്നും വരെ ഇരുന്നിട്ടില്ല. എൻ്റെ ഭാര്യയെ പിരിഞ്ഞ ഒരു സ്ഥലത്തും ഇന്നും ഞാൻ പോയാൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാകും. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു മുമ്പോട്ട് വന്നത്. എന്നാൽ ദൈവത്തിന്റെ കരുണ ഞങ്ങളെ തേടി വീണ്ടും എത്തുവാനായിട്ട് ജയിൽവാസം 73 ദിവസം ഞാൻ ജയിലിൽ കഴിഞ്ഞു. ആ സമയത്തൊക്കെ ജാമ്യം കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. തെരഞ്ഞെടുപ്പും ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജാമ്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പോലീസുകാർ പറഞ്ഞു ജാമ്യം കിട്ടത്തില്ല, നിങ്ങൾ പോകണ്ട, 2 വർഷം അല്ലെങ്കിൽ ആജീവനാന്തം ജാമ്യം കിട്ടത്തില്ല എന്നാണ് പോലീസുകാർ എൻ്റെ വൈഫിനോടും എൻ്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞത്. കാരണം അത്ര വലിയ കുറ്റമാണ്. പ്രിയരെ, എന്താണ് എൻ്റെ കേസ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല. 5 പോക്സോ കേസാണ് എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടത്. 5 പോക്സോ കേസ്, ഒരു കേസൊന്നുമല്ല, 5 കേസാണ്. 5 കുട്ടികളെ പീഡിപ്പിച്ചു. അതിനകത്ത് ആൺകുട്ടി അടക്കം കുഞ്ഞു മക്കളാണ്, ചെറിയ മക്കളാണ്. അങ്ങനെയുള്ള കേസാണ് എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടത്. കേരളം അറിയുന്ന ഏറ്റവും അറിയപ്പെട്ട വലിയൊരു കേസായിരുന്നു. എന്നാലേ ചാനലിൽ ഒറ്റ പ്രാവശ്യം വന്നുള്ളൂ. എല്ലാ ചാനലുകളും ഒറ്റ പ്രാവശ്യം ഈ വീഡിയോ വന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ദൈവാസന്മാരൊക്കെ ശക്തന്മാർ അവർ ഇത് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞ് ഈ വീഡിയോ കട്ട് ചെയ്യാനായിട്ട് ഇടയായിരുന്നു. പേപ്പറിലൊക്കെ അച്ചടിച്ച് വന്നു. ആ പേപ്പറൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കുറ്റവാളിയായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ഏറ്റവും വലിയൊരു കുറ്റവാളിയായിട്ട്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്, ഞാൻ അറിയാത്ത കുറ്റത്തിന്, ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു കുറ്റത്തിന് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്നാൽ ഞാൻ ജയിലിൽ ചെന്നപ്പോഴും എനിക്ക് അവിടെ ഈ നടയടിയുടെ കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നടയടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ഓർഡർ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കാരണം പരമാവധി ചാത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകം എനിക്ക് ഇവിടുന്ന് കൊണ്ടു തന്നിരുന്നു വൈഫ്. ഞാൻ വേദപുസ്തകം ഇല്ലാതെ എവിടെയും പോക്കില്ല. അപ്പൊ അങ്ങനെ വേദപുസ്തകം എനിക്ക് കൈ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴും എന്നോട് പ്രാരംഭത്തിൽ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സാറ്, ഇത് ജയിലാണ്, ഇത് എന്റെ സുവിശേഷം പറഞ്ഞ സ്ഥലമൊന്നുമല്ല, ഇത് ജയിലാണ്. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയതൊരു സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ എനിക്കറിയാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ നിന്റെ സുവിശേഷം പരിപാടിയൊന്നും പറ്റത്തില്ല, ഇത് ജയിലാണ്. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ബൈബിളില്ലാതെ ഞാൻ മുമ്പോട്ട് വരത്തില്ല, എൻ്റെ കഴുത്ത് മുറിച്ചാൽ എനിക്കത് വേണം, അതില്ലാതെ പറ്റത്തില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ബൈബിൾ ഉണ്ട്, നിനക്ക് അങ്ങനെ നിർബന്ധമാണ്, ഇവിടുത്തെ ബൈബിൾ തരാം, POC വലിയ ബൈബിളാണ്. ഞാൻ പറഞ്ഞു, സാറേ അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ബൈബിൾ തന്നെ വരണം, ഇത് തന്നെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ശാഠ്യം പിടിച്ചു. എന്നാൽ അവരെൻ്റെ ആ ആഗ്രഹത്തിന് അവർ വഴങ്ങി. ഞാൻ ബൈബിളൊക്കെ ആയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. എനിക്ക് ആദ്യമായിട്ടും ജയിൽ കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ജയിലിൽ ചെന്ന സമയത്ത് 2-3 പേരെ ഇങ്ങനെ ഇടിച്ച് കുനിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, കണ്ടോടാ നിൽക്കുന്ന കണ്ടോ, നിനക്ക് വേണോ ഇടിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പോൾ ഫസ്റ്റത്തെ സെല്ലിലേക്ക്, 5ാം സെല്ലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ സെല്ലിൽ തന്നെ പുറത്തന്നെ നിൽക്കുകയാണ്. അപ്പൊ സെല്ല് തുറന്നു, അതിനകത്ത് ഒത്തിരി നല്ല തടിയും മണ്ണുള്ള ഒത്തിരി കുറ്റവാളികളാണ് കിടക്കുന്നത്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്,
ജയിലിൽ കിടക്കുന്നവർ നന്നായി എന്ത് ചെയ്യും? ചെല്ലുന്നവരെ കൈകാര്യം ചെയ്യും. ഇപ്പൊ പോലീസുകാർ കൈകാര്യം ചെയ്തില്ലെങ്കിലും ജയിലിൽ കിടക്കുന്നവർ കൈകാര്യം ചെയ്യുമെന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അത് തന്നെ പ്രതീക്ഷിച്ചാ പോകുന്നത്. എന്തായാലും കൊല്ലും, എന്തായാലും മരിക്കാൻ തയ്യാറായിട്ടാ പോകുന്നത്. കാരണം ജീവച്ഛവമായിട്ടാണല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോ ഈ ജയിലിലെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേപ്പറിൽ അച്ചടിച്ച് വരും. തലേദിവസം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രതികൾ ഇന്ന കുറ്റക്കാരനാണെന്നുള്ള വാർത്ത പേപ്പറിലുണ്ടാവും. അതൊക്കെ അവർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഇന്ന ഒരു 5 പോക്സോ കേസിൽ ഒരു പ്രതി വരുന്നുണ്ട്. അപ്പോൾ സാധാരണഗതി കളവ് ചെയ്യുന്നവരെ, ഇങ്ങനെയുള്ള കേസ് ചെയ്യുന്നവരെയൊക്കെ നന്നായിട്ട് ചാർത്തും. അപ്പോൾ ഞാൻ ജയിലിലേക്ക് ചെന്നു. അവിടെ ഒരു 5-6 പേരുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലെ വെള്ളം കുടിപ്പിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് തന്നെ വല്ലാതെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവിടെ എനിക്കത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇവരവിടെ ഓരോ കളികളാണ്. പക്ഷെ എനിക്കത് പിന്നെ ആദ്യമൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ചെന്ന് എനിക്ക് തന്നപ്പോൾ കുറച്ച് എന്താ പറയാ, പൗലോസ് പറഞ്ഞ പോലെ, തിമോത്തിയോസിനോട് പറഞ്ഞ പോലെ, വരുമ്പോൾ ചർമ്മലിഖിതമൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ പോലെ, അവസാന സമയത്ത് പറഞ്ഞ പോലെ എനിക്ക് ചർമ്മലിഖിതമൊക്കെ തന്നിട്ടുണ്ട്, പുതപ്പൊക്കെ തന്നിട്ടുണ്ട്. അവിടെ നിൽക്കാൻ വിരിക്കാനൊക്കെ പുതപ്പെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, അതിനകത്ത് ഉള്ളത് നമുക്ക് വീഡിയോ പോലും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ സമയത്ത് ആ പുതപ്പിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പലരും പുതയ്ക്കുന്ന പുതപ്പാണ്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒന്നും കിട്ടത്തില്ല. അതിനകത്ത് മറ്റ് എന്താ പറയാ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പുതപ്പാണ് എനിക്ക് തന്നത്. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ വെള്ള കളറുള്ള ജീവി അതടക്കമുള്ള പുതപ്പാണ് എൻ്റെ കൈ കിട്ടിയത്. എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അപ്പൊ ഞാനങ്ങനെ നിന്ന് ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പാത്രമുണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും അവരാരും എന്നെ നോക്കുന്നില്ല, മൈൻഡാക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നെ പോലീസുകാർ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോയി. ഞാൻ ഇതുകൊണ്ട് മണിക്കൂറുകളോളം അവിടെ നിന്നു. അപ്പൊ അവിടുത്തെ 4 മണിക്ക് അന്ന് എന്നെ ഉച്ച കഴിഞ്ഞാൽ കൊണ്ടിരുന്നത്. 4 മണിക്ക് അവിടുത്തെ ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ട് രാത്രി ഫുഡ് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് ഫുഡൊന്നും വേണ്ട. അപ്പൊ അവര് ഫുഡൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവര് അതിനകത്ത് തന്നെ, ജയിലിനകത്ത് തന്നെ, ഈ സെല്ലിനകത്ത് തന്നെ ബാത്റൂം ഉണ്ട്. അത് മെയിൻ ബാത്റൂം പുറത്താണ്. താൽക്കാലികമായിട്ട് പോകാൻ കഴിയുന്നവർക്ക് അതിനകത്ത് പോകാം. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഈ പന്നിയൊക്കെ വളർത്തുന്ന പോലെ മാനുഷികമായിട്ട് പറയുകയാണ്. അതേ ഒരു അനുഭവമാണ്. തീറ്റയും കൂടിയൊക്കെ അവിടെ തന്നെയാണല്ലോ. അപ്പോൾ അവർ വേഗം അതിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ കുടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ അവർ നല്ല ആളുകളായിരുന്നു. അവര് എന്നോട് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ ഒരു തടിമാട മനുഷ്യനോട് പറഞ്ഞു അവിടെ വെച്ചോളാൻ പറഞ്ഞതൊക്കെ. മണിക്കൂറുകൾ ഞാൻ നിന്ന്. അപ്പൊ ഞാൻ ആവശ്യമായിട്ടാണ്, ക്ഷീണമുണ്ട്, ഞാൻ കിടന്ന പെട്ടെന്ന് ഉറങ്ങിപ്പോ അത്രയ്ക്ക് ക്ഷീണമുണ്ട്. അപ്പൊ അത് വെച്ചോളാൻ പറഞ്ഞു. അതൊക്കെ വെച്ച് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവരെന്നോട്, ഞാൻ വിചാരിച്ചു അവരെന്നെ ഉപദ്രവിക്കും, ഇല്ലെങ്കിൽ എൻ്റെ പേര് വേറെ വിളിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവരെന്നെ പാസ്റ്റർ എന്ന് വിളിക്കാനായിട്ടിടയായി. അതൊരു വലിയ പ്ലസ് പോയിന്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ അതുവരെയും അവിടെ അനുഭവിച്ച പീഡകളൊക്കെ അവിടെ വന്നപ്പോൾ, അവരുടെ മുമ്പ് വന്നപ്പോൾ എനിക്ക് ഒറ്റ നിമിഷം കൊണ്ട് മാറി. അവരെന്നെ പാസ്റ്റർ എന്ന് വിളിച്ചു. പാസ്റ്ററോടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് അവർക്ക് ഫുഡിന്റെ സമയമായി. അപ്പോഴത്തേക്ക് സന്ധ്യയാകുമ്പോൾ ഫുഡിന്റെ സമയമായി, ഭക്ഷണത്തിന്റെ സമയമായി. അവർ ഭക്ഷണം കഴിച്ച കൂട്ടത്തിൽ എനിക്കും ഒരു പ്ലേറ്റ് അവർ വിളമ്പി. അവർ അതിനകത്ത് 5 പേരോട്ടുണ്ടായിരുന്നു. 6ാമതൊരു പ്ലേറ്റും കൂടെ അവർ വിളമ്പി. പക്ഷെ ഭക്ഷണം കഴിക്കുക. എൻ്റെ ഒരു സഹോദരൻ പറയുമ്പോൾ, ഒരു പിതാവ് പറയുമ്പോൾ, മാതാവ് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ ഭക്ഷണം കഴിക്കുക. എനിക്ക് ഭക്ഷണം എടുത്തന്നെ മുമ്പിൽ വെച്ചപ്പോൾ കണ്ണുനീര് മാത്രം അതിനകത്തേക്ക് വീഴുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം എടുത്ത് വെച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ, ഭാര്യയുടെ ഓർമ്മ, ഇവിടെ ഞാൻ നിന്ന ചുറ്റുപാടുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർ ഉപദ്രവിക്കും എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ വാരിയെങ്കിലും എനിക്കിത് മുറിവുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം. എന്നാലും ചില ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. എന്നാൽ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, ജയിൽ ജീവിതം എൻ്റെ ജീവിതത്തിലും ഒരു വലിയ പ്ലസ് പോയിന്റായി മാറി. കാരണം കാരാഗ്രഹത്തിലും ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. അവിടെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ദൈവത്താൽ സംഭവിച്ചതാണ് ഇതെല്ലാം. ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പഠിച്ചാലും, എന്തൊക്കെ ചെയ്താലും ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നീട് സെല്ലുകൾ മാറ്റി മാറ്റി എന്നെ കൊണ്ടുപോയി. ആദ്യത്തെ സെല്ലിൽ നിന്ന് വേറെ സെല്ലിലേക്കാണ് മാറ്റി മാറ്റി കൊണ്ടുപോയി. അവിടെ എന്നെ ഉപദ്രവിക്കാൻ ഇരുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ തല്ലാനിരുന്നതാണ് ഞാൻ. ഒരു BJP-കാരനായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ തല്ലാനിരുന്നതാണ് ഞാൻ. പക്ഷേ പാസ്റ്ററെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ നിരപരാധിയാണ്. അപ്പൊ ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥന ചോദിച്ചു. ഒത്തിരി പേർക്ക് വേണ്ടി പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ചിരിപ്പിക്കുകയും ചെയ്യും, കരയിപ്പിക്കുകയും ചെയ്യും. വേണ്ടിയുള്ള സാക്ഷ്യങ്ങളൊക്കെ, അതൊന്നും എല്ലാം പറയാൻ ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ, ആ ജയിൽ ജീവിതം എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിടെയും കർത്താവിന്റെ വേലയിൽ ശക്തമായിട്ട് കർത്താവിന്റെ വാദനം പറയാൻ, സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഒത്തിരി പേരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ, ഒത്തിരി പേർക്ക് അവരെ ചികിത്സിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ കിടക്കുന്ന സെല്ലില് അധികാലത്ത് എഴുന്നേറ്റ് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. പക്ഷെ അവിടെ ചില കളികളൊക്കെ നടന്നു. ലുഡോ പോലുള്ള കളികൾ, ചെസ്, ഇങ്ങനെയുള്ള ക്യാരംസ്, ഇങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അധികം സമയം ചെലവഴിച്ചത് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനാണ്. എനിക്കൊരു നല്ല അവസരമായിരുന്നു അത്.
അവിടെ വെച്ചൊക്കെ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് എന്നോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവരെന്നെ കളി പഠിപ്പിച്ചു. പക്ഷേ ഇത് ലുഡോ കളിയൊക്കെ എന്നെ പഠിപ്പിച്ചു. പക്ഷേ കളിച്ചില്ലെങ്കിൽ അവരടിക്കും, ഉപദ്രവിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് നമുക്ക് വരണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം ഈ കളി പഠിച്ച് ജയിച്ച് അവരെ തോൽപ്പിച്ച് ഞാൻ പോയിരുന്നു വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിന്നീടുള്ള സമയങ്ങളൊക്കെ ദൈവം എനിക്ക് അവസരമാക്കി തന്നു. അപ്പൊ ഞാൻ അവരോട് പറയും, പിന്നീട് കളിക്കാൻ നേരത്തെ അവരോട് പറയും, നമുക്കൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടണ്ടേ, ജാമ്യം കിട്ടണം, അതിന് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം, അത് കഴിഞ്ഞ് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ജയിലിൽ ഞങ്ങൾ വട്ടത്തിലിരുത്തി, എല്ലാവരും കരം ഇരുത്തി ഞങ്ങൾ ശക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുമ്പോൾ പോലീസുകാർ അവിടെ നിന്ന് എന്താ പണിയും ചോദിക്കും. ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയാം. അപ്പോഴത്തേക്കും അവർക്കൊന്നും അറിയത്തില്ല, കൂടെ ഇരിക്കുന്നവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ അതിനു മുമ്പ് രസകരമായ ഒത്തിരി അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2 മണിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് തന്നെ 2 മണിക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരു ദർശനം തന്നിട്ടുണ്ടായിരുന്നു. കാരണം മറ്റിതര മതസ്ഥരൊക്കെ, അതിന് കാരണം എന്താ വെച്ചാൽ മറ്റിതര മതസ്ഥരൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട സഹോദരങ്ങളൊക്കെ രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും എല്ലാം പൂജകർമാദികളൊക്കെ ചെയ്യും. RC ബാക്ക്ഗ്രൗണ്ടിലാണ് 6 മണിക്ക് മണിയടിക്കും, പള്ളിയിൽ കൃത്യമായിട്ട് കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം പോകും. അങ്ങനെ എല്ലാ മതസ്ഥരും. പക്ഷേ സമുദായം പറഞ്ഞാൽ എല്ലാവരും ഞാൻ അങ്ങനെ ഉൾക്കൊള്ളിച്ച് പറയല്ല, പക്ഷെ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്കൊരു ഒരു ഒരു എന്താ പറയാ, ഒരു തോന്നലുണ്ടാകും പ്രാർത്ഥിക്കണം എന്നൊക്കെ. പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ഞാൻ അവിടെ ചെന്നിട്ട്, ജയിലിൽ ചെന്നിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഏകാന്തനായിട്ട് രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലീസുകാർ വന്ന് ചോദിക്കും, എന്റെ ഒഫീഷ്യൽ നെയിം ചാക്കോ തന്നെ, ചാക്കോ എന്താ പരിപാടി ചോദിക്കും. ഞാൻ പറയും, പ്രാർത്ഥിക്കുക സാറേ. പ്രാർത്ഥിക്കുക, അതെ പ്രാർത്ഥിക്കുക സാറേ. കുറച്ചു നേരം നിന്നിട്ട് അവരങ്ങ് പോകും. അങ്ങനെ പിന്നീട് അവർക്ക് തോന്നി ഞാൻ ഒരു മാനസിക രോഗം ഉണ്ടോ ഇരിക്കുന്നൊക്കെ തോന്നിപ്പോയി, മാനസിക രോഗി എന്നൊക്കെ അവർക്ക് തോന്നിപ്പോയി. മാറി മാറി വരുന്ന പോലീസുകാർ അങ്ങനെയെല്ലാം എന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമായിട്ട് തന്നെ അവിടെ നിന്ന് ഒത്തിരി അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ട് കൂട്ടുകാരെ, പിന്നെ എനിക്ക് ജയിലിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഞങ്ങൾ രണ്ടുപേരെ ഒന്നിച്ച് കൈകളിൽ ഒരു കൈ തന്നെ ചങ്ങല ധരിപ്പിച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അനുഭവം. ഞാൻ സുഖമില്ലാത്തായപ്പോൾ കൊണ്ടുപോയി. പക്ഷെ കൈലിമുണ്ട കൊടുത്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, ഇവിടെ ഞങ്ങൾ അറിയുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് ഞങ്ങളെ അറിയുന്നവരൊക്കെ കാണും. അപ്പോൾ ഞാൻ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളാണെങ്കിലും എനിക്കും അങ്ങനെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മുണ്ടിനകത്തേക്ക് കൈവച്ചാൽ പോകുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ ഒരുമിച്ച് പരിശോധിക്കും, ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഒരു തരം സയാമിസ് ഇരട്ടകളെ പോലെ ഞങ്ങൾ അവിടെ പോയി ചികിത്സിച്ചൊക്കെ ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോലീസുകാരെടുത്ത് വന്നപ്പോൾ ഒരു ദിവസം ഇവനെ അഴിച്ചു വിട്ടു. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ ചങ്ങല അഴിച്ചു, അവനെ അഴിച്ചു വിട്ടു. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഇവനെ അഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചില മണിക്കൂറുകൾ അവിടെ ഇരിക്കേണ്ട വന്നു പോലീസുകാരുടെ കൂടെ. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നിരാശ തോന്നിയില്ല. അപ്പോൾ എനിക്ക് വരുന്നവരെയൊക്കെ കാണാൻ ഞാൻ സന്തോഷവാനായിട്ട് അവിടെ ഇരുന്നു. പക്ഷെ പോലീസുകാർ നല്ല പോലീസുകാരായിരുന്നു. അവര് പറഞ്ഞു, എടാ ഇത് അഴിക്കാൻ പറ്റുന്നില്ലല്ലോ നിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ചില മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരിക്കേണ്ട വന്നു. അപ്പൊ ഒരു പോലീസുകാരനോട് പറഞ്ഞു, എടാ നീ ഇതിന്ന് ഒരിക്കലും ഊരി പോകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ എന്ത് ചെയ്തു, അതിനെ പതിനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നെ പിടിക്കാനായിട്ട് ഇടയായിത്തീരും. അതിനു മുമ്പ് എനിക്ക് തിക്താനമുള്ള സ്റ്റേഷനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു ലേഡി പോലീസുകാരത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവർ പോലീസുകാരത്തി പറഞ്ഞു, അവൻ പ്രാർത്ഥന കണ്ടില്ലേ, അവരുടെ ദൈവം ഇപ്പൊ അവനെ വന്ന് ഇറങ്ങി വന്ന് വിടിവിക്കുന്ന അവന്റെ ചിന്ത. അപ്പോഴും ഞാൻ ഹൃദയത്തിനകത്ത്, അതെ എന്റെ ദൈവം വിടിവിക്കും, എന്റെ ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ച ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ആ ശക്തമായിട്ടുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സിനകത്ത് അങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി. എന്നാൽ ചില മണിക്കൂറുകൾ എന്നെ അവിടെ ഇരുത്തി വേറെ എവിടെ പോയി ചാവിയൊക്കെ അടിച്ചു വന്നിട്ടാണ് പിന്നെ എന്നെ അവിടെ നിന്ന് അത് അഴിച്ചു മാറ്റി എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ജയിലിൽ നിന്നുണ്ടായി. എന്നാൽ പോലീസുകാർ തന്നെ എനിക്ക് ചിലരെ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അതിൽ നിന്ന് സമയത്തൊക്കെ അന്വേഷണങ്ങൾ എന്നെ ചുറ്റി അസിസ്റ്റന്റ് സൂപ്രണ്ടൊക്കെ വന്ന് എന്നെ പറ്റി ഞങ്ങളുടെ ദേശത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഇനി ചാക്കോനെ ആരും കളിയാക്കരുത് കേട്ടോ, എന്റെ ഒഫീഷ്യൽ നെയിം ചാക്കോ എന്നാണ്, ചാക്കോനെ ആരും കളിയാക്കൊന്നും വേണ്ട. പോലീസുകാരോടൊക്കെ പറഞ്ഞു, അവൻ നിരപരാധിയാണ്, അവനെ പറ്റി ഞങ്ങൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചപ്പം അവൻ സുവിശേഷം കൂടുതലായിട്ട് പറയുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ജയിലിലും വലിയ ഒരു സാക്ഷിയായി കർത്താവിന് വേണ്ടി നിൽപ്പാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതാണ് എൻ്റെ സാക്ഷ്യത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ കൂടി മാത്രമാണ് കടന്നുപോയത്. കർത്താവിന് വചനം പറയുന്നു, കഷ്ടം അനുഭവിക്കുന്നതിന് ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞു വരും. അപ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഇന്ന് നിത്യതയുടെ തീരെ തന്നെ അടുപ്പിക്കാൻ ആയിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഞാൻ ജയിലിൽ കിടന്നപ്പോഴും എന്നെ ഒത്തിരി വചനം എന്നോട് ഇടപെട്ടു. 4-ാം സങ്കീർത്തനം വളരെ ശക്തമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. നീ എന്ന് പറയുന്ന ദൈവമാണ് കേട്ടോ. ദൈവം
നമ്മുടെ കർത്താവിനെ ദൈവം ദൈവം എന്ന് പറഞ്ഞ പോരാ, മഹാദൈവം എന്ന് വേണം നമ്മുടെ കർത്താവിനെ പറയാം. ശ്രേഷ്ഠതയിലുള്ള ദൈവം. ആ ദൈവം എന്നോട് ഇടപെട്ടു. ഞെരുക്കത്തിരുന്നപ്പോൾ വിശാലത വരുത്തി. കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോൾ ആ സമയത്ത് ശക്തമായി പ്രാർത്ഥന ഇടയായി തീർന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടു. 42-ാം ദിവസം എനിക്ക് ജാമ്യം ഓർഡറായി. ഞാൻ അറിയുന്നില്ല, എനിക്ക് അന്ന് അവിടെ ചെന്ന സമയത്തൊക്കെ എനിക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ തരുമായിരുന്നു. അവിടുത്തെ ഫയലുകളൊക്കെ എനിക്ക് നമ്പർ ഇട്ട് കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വേഗത്തിൽ സ്പീഡ് ചെയ്ത് കൊടുക്കും. ഒത്തിരി ഇടയ്ക്ക് തന്നെ പോലീസുകാരെ വിളിച്ച് പുറത്തു കൊണ്ടുപോകും. മറ്റ് ആളുകളെയൊക്കെ ഞങ്ങൾക്ക് ശ്രേഷ്ഠനായിട്ട് ദൈവം എനിക്ക് അവിടെയും വലിയൊരു നന്മ പോലീസുകാരിൽ നിന്ന് എനിക്ക് അവിടെ കിട്ടി. പക്ഷെ ഇവിടെ അനുഭവിച്ചതല്ല അവിടെ അനുഭവിച്ചു. അവിടുത്തെ പോലീസുകാരൊക്കെ നല്ല മിടുമിടുക്കന്മാരാ, നല്ല ചുറുചുറുക്കുള്ളവരാ. പക്ഷേ ശണ്ട കാണിക്കുന്നവർ നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ അതിനകത്ത് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ നല്ലതായതുകൊണ്ടും എൻ്റെ പെരുമാറ്റ രീതികളൊക്കെ അവർ ആരാഞ്ഞ് നോക്കിയിട്ടായിരിക്കാം എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് എന്ന നിലയിൽ എന്നെ പുറത്ത് വിളിക്കുവാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ 3 എണ്ണമൊക്കെ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അങ്ങനെ ഞാൻ ജാമ്യം കിട്ടുന്ന തലേദിവസം എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസ് ചേട്ടാ നീ രക്ഷപ്പെട്ടില്ലേ, നീ പോവുകയല്ലേ, അവർക്കൊരു സങ്കടം പോലെ തോന്നി. ഞാൻ പറഞ്ഞു സാറാ ഞാൻ പോട്ടെ എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ എൻ്റെ ജാമ്യം ഓർഡർ ഒരു പോലീസുകാരൻ അവിടെ വന്ന് വിളിച്ചപ്പോൾ ജാമ്യം ലഭിച്ചിരുന്നു, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു ഇറങ്ങിക്കോളാനായിട്ട് പറഞ്ഞു. എന്തൊന്നില്ലാത്തൊരു ആനന്ദം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എന്നാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെയുള്ള സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കാനായിട്ട്, എനിക്ക് വേറൊന്നും കൊടുക്കാനില്ല. ഞാൻ പകർന്നു കൊടുത്ത വചനം അവരുടെ ഹൃദയത്തിനകത്തുണ്ട്. ഏകദേശം ഒരു 5-6 ആളുകളോളം അവിടുന്ന് മാനസാന്തരത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിരുന്നു. അതിനിടയിൽ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക. അതിനിടയിൽ അവിടെ ഞാൻ നിന്നപ്പോൾ ഒരു ശശാങ്കൻ എന്ന് പറഞ്ഞൊരു പിതാവുണ്ട്. അദ്ദേഹം പിന്നെ ജയിലിൽ ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളുണ്ട് കേട്ടോ. ജയിലിൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് അവിടെ സുവിശേഷം അറിയിക്കാൻ വരാറുണ്ട്. മറ്റ് ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകൾ അവിടെ വരാറുണ്ട്, ജയിൽ പുള്ളികളെ ആശ്വസിപ്പിക്കാറുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം കൊലപാതകം നടത്തിയിട്ട് വന്നവരും ഇങ്ങനെ വലിയ കേസിനകത്തൊക്കെ അകപ്പെട്ടവരൊക്കെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകാനായിട്ടും ഒക്കെ അവിടുത്തെ മിനിസ്ട്രി വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. എല്ലാ ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകളൊക്കെ അവരെല്ലാം ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അവിടെ വരുമ്പോൾ ഞങ്ങളെ വേഗം ജയിലിൽ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ അവരുടെ പ്രോഗ്രാമിനകത്തൊക്കെ ഞങ്ങളെ പങ്കെടുപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, അവിടെ വന്ന കൂട്ടത്തിൽ അവിടെ നിത്യേന സുവിശേഷം അറിയിക്കാനായിട്ട് വരുന്ന ഒരു കൂട്ടത്തിൽ അവിടെ ഒരു പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ എനിക്കന്ന് പരിചയമില്ലായിരുന്നു. പാസ്റ്റർ ജോസ് എന്ന് പറയും, ഇവിടെ മാനന്തവാടി സ്വദേശിയാണ്. എൻ്റെ ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് അതൊന്നും അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. അദ്ദേഹം പക്ഷേ ജയിലിലെ ആളുകളോട്, ജയിൽ പുള്ളികളോട് അങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഇടപെടാൻ പറ്റത്തില്ല, പേഴ്സണലായിട്ടൊന്നും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിനും അറിയത്തില്ലായിരിക്കാം, ഞാൻ പാസ്റ്ററാണെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷേ അവരുടെ അന്നത്തെ ആ പ്രോഗ്രാമുകളൊക്കെ എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കൊടുക്കാനായിട്ട് ഇടയായിരുന്നു. അവരുടെ പാട്ടും അവരുടെ പ്രസംഗവും ഒക്കെ. പക്ഷേ പിന്നീട് അവർ പറഞ്ഞു ആർക്കെങ്കിലും നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി. ഞാനൊരു പാസ്റ്ററാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ കർത്താവിന് പാട്ട് പാടാനൊക്കെ ഇടയായിത്തീർന്നു. അതും വലിയൊരു സന്തോഷമായി. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നല്ല സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ തകർന്ന മനസ്സിന്, ഉടഞ്ഞ മനസ്സിന്, വിഷണ്ണ മനസ്സിന് ആശ്വാസമായി ദൈവത്തിന്റെ വചനം പലപ്പോഴും എന്നെ തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. എൻ്റെ ദൈവമക്കൾ എന്നെ കാണാൻ ജയിലിൽ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ദൈവമക്കൾ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്ററെ തന്നെ ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ പാസ്റ്ററെ മാറ്റണ്ട, ഞങ്ങളുടെ പാസ്റ്ററെ തന്നെ ഞങ്ങൾക്ക് മതി. എൻ്റെ സഭയിൽ ഇപ്പൊ 8 വർഷമായി ഞാൻ എൻ്റെ സഭയിൽ തന്നെയാണ്, അവിടുത്തെ സഭാ പാസ്റ്ററാണ്. എന്നാൽ ഈ സുവിശേഷം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ആഴമായി കിടക്കുന്നത് കൊണ്ട് ആ സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരു സഭയ്ക്കൂടെ രൂപം കൊടുക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അപ്പോൾ തുടർന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 5 കുട്ടികളെ പീഡിപ്പിച്ചുള്ള കേസാണ്. പക്ഷെ അത് അവിടുത്തെ സ്കൂൾ അധികൃതരാണ് കേസ് ചേർത്തത്. പക്ഷേ ഇത് 5 കുട്ടികളുടെ മാതാപിതാക്കളെ അവരെ എന്തെങ്കിലും കാരണവശാൽ വശീകരിച്ചിട്ടായിരിക്കാം. ഞാൻ ഈ 5 കേസ് അഭിമുഖീകരിച്ചത് ഇങ്ങനെയുള്ള ഈ വാഹനം ഓടിച്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്നാണ്. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്കകത്ത് വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള കേസ്. എന്നാൽ തുടർന്നുള്ള ഞാൻ ജാമ്യം ലഭിച്ചു വന്നതിന് ശേഷം തുടർന്നുള്ള 4 വർഷത്തോളം കേസ് മുമ്പോട്ട് പോയി. കേസ് നടന്നു. പിന്നീട് കേസ് വാദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ കോടതി ഈ 5 കേസും ഞാൻ കുറ്റവിമുക്തനെന്ന് കണ്ട് കോടതി എന്നെ വെറുതെ വിടാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആരോടും വൈരുദ്ധ്യ മനോഭാവങ്ങളോ ഒന്നുമില്ല. ഞാനെല്ലാം അറിയുന്ന ആളുകളാണ്, എൻ്റെ അടുത്തുള്ള ആളുകളാണ്. അവരെയൊക്കെ ഇപ്പോഴും നല്ല സ്നേഹത്തോടെ കാണുന്നു, അവരോടൊക്കെ ഇടപെടുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നു. അവരൊക്കെ നല്ലവരായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം
കർത്താവിന്റെ വചനം പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനാണ്. അവരെ സ്നേഹിക്കണം, അവരൊരിക്കലും നശിച്ചു പോകരുത്. ഒരു പാപി അവന്റെ അകൃത്യം മൂലം മരിച്ചാൽ അവന്റെ രക്തമോ നിന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടും അവരോടൊന്നും യാതൊരു പ്രയാസവും എനിക്കില്ല. കേസ് വന്നതിന്റെ പേരിൽ എനിക്ക് അങ്ങനെ പ്രയാസമില്ല. കോടതി ഈ കേസിൽ എന്നെ വിമുക്തനാക്കി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. കേസ് മുമ്പോട്ട് നടത്താൻ ഒത്തിരി സാമ്പത്തിക ചെലവുകളുണ്ടായി. ചെലവുകൾക്ക് പ്രാരംഭ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. എൻ്റെ പ്രസ്ഥാനത്തിന് ചെറിയൊരു ഫണ്ടൊക്കെ രൂപീകരിച്ചെങ്കിലും അത് വലിയൊരു ഫണ്ടൊന്നും കിട്ടിയില്ല. ചെറിയ തോതിലുള്ള സാമ്പത്തികമാണ് ലഭിച്ചത്. എന്നാൽ അതൊന്നും എവിടെ എത്താൻ കഴിഞ്ഞില്ല. ജാമ്യത്തിൽ തന്നെ പ്രാരംഭത്തിൽ 2.5 ലക്ഷം രൂപ ചോദിച്ചത്. എന്നാൽ 2 ലക്ഷം രൂപയോ 2.5 ലക്ഷം രൂപയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് അത് കൃത്യമായിട്ട് അറിഞ്ഞില്ല. എന്നാൽ എനിക്ക് എൻ്റെ പിതാവ് തന്നത് 15 സെന്റ് സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ആധാരം കൊണ്ട് ബാങ്കിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ നടത്തിയത്. ഇപ്പോഴും ആ ആധാരമെല്ലാം ബാങ്കിൽ തന്നെ കിടക്കുകയാണ്, ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്തൊക്കെ വലിയ പ്രയാസത്തോട് കേസ് നടത്താനൊക്കെ മുമ്പോട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ എൻ്റെ ഈ കേസിന്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അറിഞ്ഞ് ഒരു ദൈവദാസി, അവരുടെ പേര് സൂസൻ എന്നാണ്, സൂസൻ ജോർജ്, ബോസ്റ്റൺ പ്രയർ ലൈൻ, ദൈവദാസി അങ്ങനെ വൈഫിനെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും പാസ്റ്റർ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ദൈവദാസി എനിക്ക് ശക്തമായിട്ട് എൻ്റെ ഒരു മാതാവിനെ പോലെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവരുടെ സഹായങ്ങൾ വലുതായി പിന്നീട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ദൈവദാസി രോഗബാധയായി മരണപ്പെടുവാൻ, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുക, കർത്താവ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാലും ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും ഇപ്പോഴും ആ പ്രയത്നം വഴിയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കർത്താവിന്റെ ദാസി എന്താ പറയാ, ആ സഹകരണം. എൻ്റെ കേസ് 5 കേസും പൂർത്തിയാക്കാനുള്ള സാമ്പത്തികം എല്ലാം മുടക്കിയത് അവര്. ആ കേസ് പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ കോടതിയിൽ നിന്ന് വിമുക്തരായതിനു ശേഷമാണ് ദൈവദാസി മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദാസിയുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒത്തിരി രാജ്യങ്ങളിലും ദേശങ്ങളിലും ഒക്കെ ഉള്ള ദൈവമക്കൾ ആ പ്രയർ ലൈനിലുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ലൈനാണ്. അവരിപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിക്ക് അധികം ഒരുക്കി. അതാണ് എൻ്റെ സാരം. കോടതി 5 കേസിനും വിമുക്തനാക്കി. എന്നാൽ എനിക്ക് ആരോടും വൈരുദ്ധ്യ മനോഭാവങ്ങളോ മറ്റുള്ള ഒരു പകയോ ചിന്തയോ ഒന്നുമില്ല. കാരണം കർത്താവിന്റെ വചനമാണ് നമ്മെ വിടിവിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ മഹാദൈവത്തിന്റെ സാന്നിധ്യത്തെ, ഈ മഹാദൈവത്തിന്റെ വചനത്തെ ദേശത്തുടനീളം ഘോഷിക്കുവാനായിട്ട് ദൈവം ശക്തമായിട്ട് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലും അനേകരിലേക്ക് ദൈവത്തിന്റെ ഈ വചനമാകുന്ന വെളിച്ചം, അനേക ഇരുട്ടിലിരിക്കുന്നവരുടെ ഇടയിലേക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഇപ്പോഴും കുടുംബമായി ഞങ്ങളെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വം കൊടുക്കട്ടെ. എപ്പോഴും ദൈവവചനത്തിന്റെ ശക്തിയാൽ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാ മഹത്വവും വലിയവനായിരിക്കുന്ന കർത്താവിന് ഞങ്ങൾ കുടുംബമായിട്ട് അർപ്പിക്കുകയാണ്. ഇപ്പോഴും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ സീനിയർ പാസ്റ്റർമാര്, ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ മുഖത്ത് കൈ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ഒരു സീനിയർ പാസ്റ്റർ ചാക്കോ പാസ്റ്റർ, KJ ചാക്കോ. അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു. ഞങ്ങളുടെ തുടർന്നുള്ള മാറി വന്നെങ്കിലും ഇപ്പോഴും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ പ്രസിഡന്റ് അദ്ദേഹമാണ്. നല്ല ശക്തനായ ഒരു ആത്മീയപിതാവാണ് അദ്ദേഹം. അവരുടെയൊക്കെ വലിയ സഹകരണവും സ്നേഹവുമാണ് ഇന്നും കർത്താവിന്റെ വേലയിൽ ഞാൻ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിനെല്ലാം ഉപരിയായി കർത്താവിന്റെ സ്നേഹം എന്നെ തേടിയെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തും. നമ്മളെ കർത്താവ് വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തി ഈ ദിവസങ്ങളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മളെ കൊണ്ട് ദൈവത്തിലുള്ള പദ്ധതി, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യം തന്നെ. വിഷണ മനസ്സുകൾക്ക് ആശ്വാസമായി, രോഗികൾക്ക് ആശ്വാസമായി, കടഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസമായി ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കും. ഇന്ന് ഞാനും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ദൈവം പിടിവിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മൾ തരുന്ന ഒരു വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ദൈവത്തിന്റെ ഒത്തിരി വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് യാത്ര ചെയ്ത് ഒത്തിരി ഭക്തന്മാർ കാണിക്കുന്നുണ്ട്. ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, നീ സാരാപത്തിലേക്ക് പോകും, അല്ലേ? അവിടെയും ദൈവത്തിന്റെ പദ്ധതി തന്റെ ദാസനെ തേടിയെത്തി. നിനവേ നമുക്കറിയാം, നിനവയെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, നിനവയെ കുറിച്ചൊക്കെ ദൈവവചനത്തിൽ കേട്ടിട്ടുണ്ടാകാം. നിനവെ പട്ടണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അവിടെ കടന്നു ചെല്ലുവാൻ കഴിയാതെ ഒത്തിരി സാഹചര്യം കൂടി കടന്നുപോയെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയാണ് അവിടെ
യോന പിന്മാറിപ്പോയി, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറി നിന്നെങ്കിലും യോനയെ കൊണ്ട് ദൈവം തനിക്കായിട്ട് ചെയ്ത അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാക്കി തീർത്തു. ചാരാപാത്രം കരുതുവാൻ തന്റെ ഭക്തനെ പോറ്റിയൊരു ദൈവമുണ്ട്. ഇവിടെ ഞെരുക്കമാണെങ്കിലും പട്ടിണിയാണെങ്കിലും തോട് വറ്റി ഒരു കരിയത്തുണ്ടെങ്കിൽ ഒരു സരാപാത്തുണ്ട്. കരിയത്തോട് വറ്റിപ്പോയാലും നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, കടഭാരമുണ്ട്, എല്ലാ പ്രയാസമുണ്ട്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരു സരാപാത്ത് എനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു വിടുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രേക്ഷകരെ, ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, നിങ്ങൾ ആരെങ്കിലും കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, നിരാശയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, വിടിവെപ്പാൻ കഴിയാത്ത നിലയിൽ ഇരുട്ടിൻ്റെ അന്തർദിവസത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം ഇടപെടുകയാണ്. കുടുംബങ്ങളിലും ഇടപെടുകയാണ്. നമ്മളെ വിടിവെക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവം നമ്മളെ വഴി നടത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവം നമ്മളെ കരുതും. യഹോവയിലെ കരുതിക്കൊണ്ടിരുന്ന ദൈവമാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ തലമുറയിലൂടെ നിവർത്തിച്ചെടുക്കുവാൻ കഴിവുള്ള ദൈവമാണെങ്കിൽ നമ്മളെയും നമ്മുടെ തലമുറകളെ കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവ് വരവേറ്റവും ആസന്നമായി സാഹചര്യം ലോക സംഭവങ്ങൾ അത്ര വരവ് പിടിച്ചറിയിക്കുമ്പോൾ കർത്താവ് വരും. നമ്മളെ ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിൽ കർത്താവിനോടൊപ്പം യുഗാവയുഗം വാഴുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ താണഭൂമിയിൽ കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, പൈതാഹമുണ്ട്, വേദനയുണ്ട്, രോഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു നിത്യത നമുക്കായിട്ട് ദൈവം വെച്ചിട്ടുണ്ട്. ആ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം നമ്മളെ മാനിക്കട്ടെ എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. വിശ്വാസത്തോടെ ജീവിക്കാം, പ്രത്യാശയോടെ നമുക്ക് നിൽക്കാം. ആമേൻ. വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേക നന്ദിയും കടപ്പാടും ഈ തരണത്തിൽ അറിയിക്കുന്നു. ഇതുവരെയും എന്നെ ശ്രമിച്ചിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനാകുന്ന യേശു കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ലതും വിലയേറിയതും മനോഹരമായ നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു രാത്രി ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങളെ ഒത്തിരി കരുതിയവർ, കർത്താവെ, ഞങ്ങളുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ ഇഴയടുപ്പമുള്ള ഞങ്ങളിൽ പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ കർത്താവെ, മരണം വഴിയായി അനേകരും മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് ഞങ്ങളെ വിളിക്കുക യോഗ്യമാവണ്ണം ഞങ്ങളെ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതം കാണുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. വചനം പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം. ഇതുവരെയും കർത്താവിന്റെ ആമേൻ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു കർത്താവെ, എളിയവന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളെയും എല്ലാ ദൈവജനത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. വിഷയാലും കർത്താവെ, ഈ അരോമ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്താൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുക. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഈ ചാനലിലൂടെ കേൾക്കുന്ന വിലപ്പെട്ട സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി മാറട്ടെ. കർത്താവെ, അങ്ങയുടെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, 2025 ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കഷ്ടം വിധിച്ച വർഷമായിരുന്നെങ്കിൽ 2026 ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള വർഷമായി മാറട്ടെ. ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃക്കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കട്ടെ. കർത്താവ് അടിയിൽ തന്ന അധികാരത്തിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മനോജ് ചാക്കോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ഇത്രത്തോളം സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തില് മാതാപിതാക്കന്മാർക്ക് വീട്ടില് ജനിച്ച് വളർത്തപ്പെട്ട ബാല്യകാലവും അതേ തുടർന്നുണ്ടായിട്ടുള്ളതായ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും, പ്രത്യേകിച്ച് ഒരു പള്ളിഭക്തനായി വളർന്നു വന്നതായ ആ ഒരു കാലയളവില് കുർബാനകളിലൊക്കെ പാട്ട് പാടുകയും അവിടെയുള്ള ശുശ്രൂഷയ്ക്ക് സഹായിയായി തീരുകയും ആ നിലകളിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പെട്ടെന്ന് കുടുംബജീവിതം, പിന്നീട്
ഇങ്ങോട്ടുള്ള ജീവിതാനുഭവത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാന്, യേശു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാന്, ദൈവവചനം പഠിക്കുവാന് ഒക്കെ ദൈവം അവസരം ഒരുക്കി ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവബഹുലമായ ജീവിതം മാറ്റിമറിക്കപ്പെട്ട ചില തിക്ത അനുഭവങ്ങളെ കുറിച്ച് ഓർപ്പിച്ചു. ചെയ്യാത്ത ഒരു കാര്യം ജീവിതത്തില് ശിക്ഷിക്കപ്പെട്ട് ജയിലില് അടയ്ക്കപ്പെട്ടതായ ആ അനുഭവം വളരെ വേദനാജനകമായ അനുഭവമായിരുന്നു. ആ ജയിൽ ശിക്ഷയേക്കാൾ വലിയൊരു കാര്യമെന്ന് പറയുന്നത് മാനസികമായ വേദനകളാണ്, സമ്മർദ്ദമാണ്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശിക്ഷിക്കപ്പെടണം. എന്നാൽ കോടതി ശിക്ഷിക്കാതെ ഒരു കാര്യത്തിന് നമ്മെ വിടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ആ ജയിലിലായിരുന്നപ്പോൾ അനേകരോട് സുവിശേഷം പറയുവാൻ, അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ജയിൽ അധികാരികളോട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അത് മുഖാന്തരമായി തീർന്നു. അതൊക്കെ ഒരുപാട് ദൈവസന്നിധിയിൽ അടുക്കുവാനും ദൈവസന്നിധി സമർപ്പിക്കുവാനും ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനും ഒക്കെ ഉപകാരമായി തീർന്നു. എന്നാൽ ആ വിഷയത്തിനൊക്കെ ഒരു പൂർണ്ണമായ വിടുതല് ലഭിച്ച് ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ദൈവസഭയോടൊപ്പം ആയിരിക്കുവാനും ശുശ്രൂഷയില് തുടരുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. നല്ല സാക്ഷ്യം പറയുവാൻ സമയം വേർതിരിച്ചതിന്, പ്രത്യേകിച്ച് ഈ സാക്ഷ്യം അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ നല്ല സാക്ഷ്യമുള്ളവനായ കർത്താവിന് വേണ്ടി ഇനിയും മുന്നേറുവാൻ ദൈവം ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.